ആദരണീയരായ അധ്യക്ഷനവർകളെ, അധ്യക്ഷൻ അതുപോലെ തന്നെ ഖുർആൻ ഓതി തുടങ്ങിയ ഷാഹിൻ റഹ്മാൻ, പ്രിയപ്പെട്ട മുഷ്താഖ് അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ്, പ്രിയപ്പെട്ട ഹർഷുൽ, അതുപോലെ തന്നെ കൗൺസിലറായിട്ടുള്ള ഷഹീദ, പ്രിയപ്പെട്ട സഹോദരൻ നാസിമൂപ്പൻ, വേദിയിൽ പി സക്കീർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സർവാദരണീയരായ പാർട്ടിയുടെ നേതാക്കന്മാർ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഹർഷുൽ, വളരെ പ്രൗഢമായി സമകാലികമായ രാഷ്ട്രീയം വിലയിരുത്തിക്കഴിഞ്ഞ ഒരു സദസ്സാണിത്. കേരളത്തിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കും 2 അസംബ്ലി മണ്ഡലത്തിലേക്കും തെരഞ്ഞെടുപ്പുകൾ നടന്ന ഒരു കാലം, ഒരു അസംബ്ലി മണ്ഡലത്തിൽ നാളെയും മറ്റന്നാളുമൊക്കെയായി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സമയത്താണ് കിണാശ്ശേരിയിലെ പ്രവർത്തകന്മാരിങ്ങനെ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലമായതുകൊണ്ട് തന്നെ ഏറ്റവും സജീവമായി രാഷ്ട്രീയം സമഗ്രമായ വിധത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, 2 അധികാര ശക്തികൾക്കെതിരെയുള്ള ചർച്ചകളാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് സ്വാഭാവികമായി ഇന്ത്യ ഭരിക്കുന്ന BJPയും, 2 അസംബ്ലി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷവും വലിയ ചർച്ചയിലേക്ക് വിധേയമാക്കപ്പെട്ടതാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സകലമാന സംവിധാനങ്ങളുടെയും റേറ്റിംഗ് തകർന്നു പോയ ഒരു കാലമാണ് കഴിഞ്ഞ കാലം. ഇന്ത്യൻ റുപ്പി ദയനീയമാംവണ്ണം പിറകിലേക്ക് പോകുന്ന ഒരു കാലമാണ്. നമ്മൾ ഏറ്റവും അസ്വസ്ഥതയുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന, വലിയ അനിശ്ചിതത്വമുണ്ടായിരുന്ന അഫ്ഗാൻ്റെ സാമ്പത്തിക നില പോലും അത്ഭുതകരമാവണ്ണം പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണിത്. അഫ്ഗാൻ പോലും കുതിച്ചുയരുന്നു. ബംഗ്ലാദേശ് നമുക്കറിയാം, അവരുടെ GDP, അവിടെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആ രാജ്യത്തിന് ഇന്ത്യയുടെ കാരുണ്യം കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യമായിട്ടും അതിശീഘ്രമാം വിധത്തിലുള്ള വളർച്ച ബംഗ്ലാദേശിനുണ്ടാകുന്നു. അപ്പോഴും ഇന്ത്യ സാമ്പത്തികമായ രംഗത്ത് തകരുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഈ കഴിഞ്ഞ ഒരു 10-11 കൊല്ലക്കാലത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആന്തരികമായ ശക്തി ഇന്ത്യയിൽ ചോർന്നു പോയിട്ടുണ്ട്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പ്രക്രിയക്ക് വലിയ ഖ്യാതി ഉണ്ടായിരുന്നു. ഗാന്ധിജി നവഖാലിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് 1947 ഓഗസ്റ്റ് 15 ഡൽഹിയിൽ വലിയ ആഘോഷം നടക്കുകയാണ്. ഗാന്ധിജിയെ നെഹ്റു വന്ന് ക്ഷണിക്കുന്നുണ്ട്. വരാമെന്ന് ഗാന്ധിജി സമ്മതിച്ചതാണ്. പക്ഷേ നവഖാലിയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ നടക്കുന്ന കലാപം ഗാന്ധിജിയെ അസ്വസ്ഥതപ്പെടുത്തി. നെഹ്റുവിനോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടല്ല വരുന്നത്, ഞാൻ നവഖാലിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം എഴുതിയ ഒരു കത്തുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച്. ഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനെ കുറിച്ച്, കൃഷി ചെയ്യാൻ വെള്ളം എത്തിക്കുന്നതിനെ കുറിച്ച്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്,
അക്ഷരങ്ങളുടെ ഒരു ജ്ഞാനം മാത്രമല്ല എഡ്യൂക്കേഷൻ ആവേണ്ടത്, വിദ്യാഭ്യാസം ആവേണ്ടത്, മറിച്ച് അതിൽ മൗലികത ഉണ്ടാവണം. H2O എന്നാൽ വെള്ളമാണ്. വെള്ളത്തിൻ്റെ രസതന്ത്രം H2O എന്നാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. എന്നാൽ വെള്ളം ദാഹം കൂടിയാണ്. വെള്ളം ദാഹമാണ് എന്നതാണ് അതിൻ്റെ മൗലികത. അതിൻ്റെ സയൻസ് വേറെയാണ്. മനുഷ്യന്റെ ശരീരം അനാട്ടമിയിലെ കാഴ്ച മാത്രമല്ല, വേറെയും ഒരുപാട് മൗലികതകൾ നിറഞ്ഞതാണ്. ഇന്ത്യയിൽ JNU ഉണ്ടാകുമ്പോൾ, IIM ഉണ്ടാകുമ്പോൾ, NIT ഉണ്ടാകുമ്പോൾ, ജാമിയ മില്ലിയ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലോകത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ റേറ്റിംഗുകളിൽ മികച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി. നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ വിഷണറി കൊണ്ട് ഈ കഴിഞ്ഞ 10 കൊല്ലം ലോകത്തിലെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗം പോയി. ഡിപ്പെൻഡ് ചെയ്യാൻ ആവാത്ത വണ്ണം അതിൻ്റെ ആ റേറ്റിംഗ് നമുക്ക് തകർന്നു പോയി. എല്ലാ രംഗങ്ങളിലും ഞാൻ വിശേഷിച്ച് പറയണില്ല. ഈ രാജ്യത്ത് ചികിത്സിക്കാനുള്ള ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ ഭരിക്കുന്നത് എന്ന് വന്നാൽ തന്നെ എങ്ങനെയാണ് ഈ നാടിനെ പാവങ്ങളായി ജനങ്ങൾക്ക് വിശ്വസിക്കാനാവുക? വലിയ തകർച്ചകൾ. എന്തുകൊണ്ടാണ് ഇത്രയധികം റിസോഴ്സ് ഉള്ള, നിങ്ങൾ ചൈന പരിശോധിക്ക്, വൈകാരികമായ ഒരു സമൂഹമാണ് ബംഗ്ലാദേശുകാർ. ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങളൊക്കെ ഗൾഫിൽ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ചോദിച്ചാൽ അറിയാം, ബംഗ്ലാദേശുകാരനെ പേടിയാണ് അറബികൾക്ക്. കാരണം അവനോടൊക്കെ ചൂടായി വർത്താനം പറഞ്ഞാൽ അവൻ എന്താ ചെയ്യാന്ന് അറിയില്ല. അത്തരം ഒരു വൈകാരിക ജീവികളാണ്. ആ ബംഗ്ലാദേശിന്റെ സ്ഥിതി നോക്ക് നിങ്ങൾ. എല്ലാ രാജ്യങ്ങളിലും മികച്ച മുന്നേറ്റം ഉണ്ടാകുകയാണ്. പക്ഷെ ഇന്ത്യ താഴോട്ടാണ്. ഇത്രയേറെ മിടുക്കന്മാരുള്ള ലോകത്തിൽ ഏത് രാജ്യങ്ങളിൽ പോയാലും, കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ കുഞ്ചിക സ്ഥാനങ്ങളിലും മലയാളിയുണ്ട്, ഇന്ത്യക്കാരനുണ്ട്. അമേരിക്കയിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ സിഇഒമാരായി നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഇന്ത്യക്കാരാണ്. എന്നിട്ടും എന്തേ നമ്മുടെ നാടിങ്ങനെ ആവുന്നത്? ഈ രാജ്യം ഒരുപാട് പതിറ്റാണ്ടുകളിൽ നിന്നാണ് വളർന്നു വന്നത്. റൊട്ടി കപ്പട മക്കാൻ, ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം എന്ന് വിളിച്ച ഒരു മുദ്രാവാക്യം വിളിച്ച ഒരു ജനത വളർന്ന് അതിൻ്റെ അതിശക്തമായ എത്ര പഞ്ചവത്സര പദ്ധതികൾ നടന്നു ഇവിടെ. ആ വിഷണറി കൊണ്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് വന്ന ഒരു രാജ്യം നിശ്ചലമായി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന പ്രവാസികളുടെ പമ്പത്ത് ഒഴുകിയെത്തുന്ന നമ്മുടെ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്? ഒറ്റ കാര്യമാണുള്ളത്. ഭരിക്കുന്നവന് കാഴ്ചപ്പാടുണ്ടാവണം. കാഴ്ചപ്പാടുണ്ടാവണമെങ്കിൽ അവൻ ഭരണീയമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച മിടുക്കുണ്ടാവണം. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒന്ന് നരേന്ദ്രമോദിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്? ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്? ഒരു നല്ല ഭരണാധികാരി. അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അറിയപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യയിലെ ഗുജറാത്തിനെ ഒരു മികച്ച സ്റ്റേറ്റ് ആക്കി. മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, മികച്ച ഉരുക്കു വ്യവസായം, മികച്ച സ്വർണ്ണ വ്യവസായം എന്നൊക്കെ തരത്തിലാക്കി എന്നതുകൊണ്ടാണോ? അല്ല, ആക്കിയിട്ടില്ല. അദ്ദേഹം ഒറ്റ കാര്യത്തിലാണ് ലോകം അറിയപ്പെടുന്നത്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിലാണ്. മോദി ഫേമസ് ആവുന്നത് ഗുജറാത്തിലെ ഒരു വംശഹത്യക്ക് നേതൃത്വം കൊടുത്തു എന്നതിൻ്റെ പേരിലാണ്. മോദിയുടെ ഹിസ്റ്ററി നിങ്ങൾ ഗൂഗിൾ എടുത്ത് പരിശോധിച്ചാൽ, വിക്കിപീഡിയ പരിശോധിച്ചാൽ അതിനകത്ത് മനസ്സിലാകും ഏറ്റവും വലിയ വംശഹത്യയുടെ നായകൻ മോദിയാണ്. ഒരു രാജ്യം ഭരിക്കാൻ വൈരം കൊണ്ട് സാധിക്കില്ല, വിദ്വേഷം കൊണ്ട് സാധിക്കില്ല, വെറുപ്പ് കൊണ്ട് സാധിക്കില്ല. രാജ്യം ഭരിക്കണമെങ്കിൽ ഒരു വിഷണറി ഉണ്ടാവണം. നോക്കൂ നിങ്ങൾ കേരളം. ഈ അവസ്ഥ എന്താണ്? EMS ലഭിക്കാത്ത ഒരു അവസരം, കേരളത്തിൽ VS അച്യുതാനന്ദന് ലഭിക്കാത്ത അവസരം, ഒരു കോൺഗ്രസ് ഭരണാധികാരികൾക്ക് ലഭിക്കാത്ത അവസരം. ആ അവസരം കിട്ടിയ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 8.5 കൊല്ലമായി.
എന്താ ഈ രാജ്യത്തിലെ സ്ഥിതി? എന്തുകൊണ്ടാണത്? ചില സമാനതകൾ ഫാഷിസ്റ്റ് ഭരണകൂടവും മാർക്സിസ്റ്റ് ഭരണകൂടവും തമ്മിലുണ്ട്. എന്താണത്? ഒരു ഭരണകൂടം പരാജയപ്പെട്ടാൽ ചോദിക്കേണ്ടത് അതിന്റെ അഡ്മിനിസ്ട്രേഷനോടാണ്, അല്ലെങ്കിൽ മന്ത്രിസഭയോടാണ്. പക്ഷെ ആ ചോദ്യം അപ്രസക്തമാണ്. മന്ത്രിസഭയുണ്ട്, പക്ഷെ ഭരിക്കുന്നത് പ്രധാനമന്ത്രി മാത്രമാണ്. മന്ത്രിസഭയുണ്ട്, പക്ഷെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി മാത്രമാണ്. ഏതെങ്കിലും ഒരു മന്ത്രിക്ക് മരുമകനല്ലാതെ സ്വതന്ത്രമായ ഏതെങ്കിലും തരത്തിലുള്ള അധികാരമുണ്ടോ? ഇല്ല. ഏകാധിപതികളാണ് ഭരിക്കുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും. 8.5 കൊല്ലക്കാലമായി ഭരണ തുടർച്ച കിട്ടിയതാണ്. എന്നിട്ടും എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇത്രമേൽ ഒരു ജനങ്ങൾക്ക് അവരുടെ ഇംഗിതങ്ങൾക്ക് വിരുദ്ധമായി ഭരിക്കേണ്ടി വന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാരണമാണ്. എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്? നേരത്തെ ഉള്ള എക്സ്പീരിയൻസ് എന്താണ്? ഒരു മികച്ച ഭരണാധികാരി എന്നതിലേക്കാണോ? ഒരു മികച്ച പഞ്ചായത്ത് ഭരിച്ചയാൾ, ഒരു മികച്ച ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരി അയാൾ, ഒരു മികച്ച ഭരണശക്തി പ്രകടിപ്പിച്ച ആൾ അല്ലല്ലോ. സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 2 ഹിസ്റ്ററിയുണ്ട്. ഒന്ന്, ഈ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ആദ്യം നടത്തിയത് പാർട്ടി പിടിച്ചെടുക്കലാണ്. പാർട്ടി പിടിച്ചെടുക്കാൻ അദ്ദേഹം VS അച്യുതാനന്ദനെ വെട്ടി. അതിശീഘ്രമായ വെട്ട്, ദ്രുതഗതിയിലുള്ള വെട്ട് നമ്മൾ കണ്ടതാണ്. തോൽപ്പിച്ചും ജയിപ്പിച്ചും വെട്ടിയും തട്ടിയും VS പൊരുതി നിൽക്കുന്നത്. അബ്ദുൽ നാസർ മഅദനി കുറ്റിപ്പുറത്തെ സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോൾ അവിടെ പിണറായി വിജയന്റെ അടുത്തുള്ള കസേര അവിടെ വലിച്ചിട്ടിരിക്കുമ്പോൾ VS ആ നിലപാടിനോട് വിയോജിച്ച് കേരളത്തിലുണ്ട്. TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കുമ്പോൾ രമയെ ചേർത്ത് പിടിച്ച് ആ സങ്കടം പങ്കിടുകയും ഞാൻ ഇതിലില്ല എന്ന് പറയുകയും ചെയ്യുന്ന VS ഒരു ഭാഗത്തുണ്ട്. VSനെ ബഹുമാനിക്കാൻ കാരണമുണ്ട്. വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും VS ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ ദേഷ്യമാണ്. അത് ഐഡിയോളജിക്കലാണ്. പക്ഷെ ഒരു തവണ പോലും VS ഒരു കള്ളനാണെന്ന്, ഒരു അഴിമതിക്കാരനാണെന്ന് അറിയാതെ പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സ്വന്തം മകന്റെ പേരിൽ ആരോപണം വന്നപ്പോൾ CBIക്ക് വിറക്കാതെ 10 പേജുള്ള കത്തെഴുതി VS അച്യുതാനന്ദൻ, കൈവിറക്കാതെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എത്ര ആരോപണങ്ങൾ വീണക്കെതിരെ വന്നു. വീണക്കെതിരെ CBIക്ക് കത്തെഴുതണ്ട. കേരളത്തിലെ ലോക്കൽ പോലീസിന് ഒരു SIക്ക് തന്റെ മകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഒരു കത്തെഴുതാൻ ധൈര്യമില്ലാത്ത വിധം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈ വിറക്കുന്നുവെങ്കിൽ VSനെ വെട്ടിയതിന്റെ രാഷ്ട്രീയം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. VSനെ വെട്ടി പാർട്ടി പിടിച്ചു. എളമരം കരീമിനെ, മോഹനനെ, അങ്ങനെ തുടങ്ങിയ ഒരു നിരയെ മുഴുവൻ തന്റെ കൈവെള്ളയിലേക്ക് കൊണ്ടുവന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജൈത്രയാത്ര നടത്തി എല്ലാ വർഗീയ പിന്തിരിപ്പന്മാരുടെയും സമ്പന്ന മുതലാളിമാരുടെയും അകിട് കഴുകി കേരളം പിടിച്ചെടുത്ത സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്? രണ്ടാമത്തത്, പാർട്ടിയിൽ അത് പാർട്ടി പിടിച്ചെടുത്താൽ അപ്പുറത്ത് അദ്ദേഹം ഒരു മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു മുൻ വിദ്യുത് ശക്തി മന്ത്രിയാണ്. സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ മുൻ വിദ്യുത് ശക്തി മന്ത്രി എന്ന നിലക്ക് ഇപ്പോഴും ഫേമസ് ആണ്. എങ്ങനെയാ ഫേമസ് ആവുന്നത്? അദ്ദേഹം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആൾ എന്ന നിലക്കാണോ? വൈദ്യുതി ചാർജ് കുറച്ചു കൊടുത്ത ആൾ എന്ന നിലക്കാണോ? വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ആൾ എന്ന നിലക്കാണോ? ഇതൊന്നുമല്ല. അദ്ദേഹം അറിയപ്പെടുന്നത് കേരളം കണ്ട ഏറ്റവും ഭീകരമായ ലവ്ലിൻ കേസ് എന്ന് പറയുന്ന അഴിമതി നടത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി അയാൾ പ്രൂവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 40 തവണ സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കേസിലെ കള്ളനാണ്. കക്കുന്നവനെ കള്ളനാണ് വിളിക്കാറ് പൊതുവെ. അതുകൊണ്ടാണ് പറയുന്നത്. അഴിമതിക്കാരെന്ന് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ നന്നാക്കി പറയാം. പക്ഷെ ഇത് കളവാണ്. ഒരാളെ കട്ടാൽ അയാളോട് സമാധാനം പറഞ്ഞാൽ മതി. പക്ഷെ ഒരു രാജ്യത്തെ മോഷ്ടിച്ചവനാണ്. ഇതാണ് പ്രീവിയസ് എക്സ്പീരിയൻസ്. അദ്ദേഹം ഭരണം കയ്യിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഹഡിൽസുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, തന്റെ അഴിമതി കേസ് പുറത്തു വന്നാൽ മുഖ്യമന്ത്രി പദമടക്കം ചോദ്യം ചെയ്യപ്പെടും.
അതൊരു ടെൻഷനും. രണ്ടാമത്, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ അഴിമതി മറച്ചുവെക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് മന്ത്രിസഭയുണ്ടാക്കി മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് തന്റെ പേഴ്സണൽ സെക്രട്ടറിയായി കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരിലെ ഏറ്റവും കറപ്റ്റഡായ എല്ലാ തരത്തിലും ആക്ഷേപങ്ങളുള്ള ശിവശങ്കരനെ തന്റെ പേഴ്സണൽ സെക്രട്ടറിയാക്കി. ശിവശങ്കരനെ അവസാനം മോശാക്കിയില്ല. സ്വപ്നയുമായുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അത് കഴിഞ്ഞ് സ്വർണം കടത്ത്, 150 കിലോയോളം സ്വർണം കടത്തിൽ, അവസാനം അദ്ദേഹം ജയിലിലാണ്. ജയിലിലായിട്ടുള്ള ശിവശങ്കരൻ ജയിലിലായപ്പോൾ മാറേണ്ടി വന്നല്ലോ. സങ്കടത്തോടുകൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുത്തപ്പോൾ പിന്നെ ആര് എന്ന ചോദ്യത്തിന് എന്തെല്ലാം ഉത്തരവുണ്ട്. പക്ഷേ തിരഞ്ഞെടുത്തത് ലക്ഷണമൊത്ത മറ്റൊരു ശിവശങ്കരനെയാണ്. ആരെ? എല്ലാ അർത്ഥത്തിലും ശിവശങ്കരന്റെ സ്വഭാവങ്ങൾ കുറച്ചുകൂടെ മിടുക്കോടുകൂടി പ്രകടിപ്പിക്കാൻ കഴിയുന്ന പി ശശിയെ എന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയെ അറിയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തുള്ളവരെ നോക്കൂ, മുഖ്യമന്ത്രി അറിയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോക്കൂ, മുഖ്യമന്ത്രിയുടെ പരിസരം നോക്കൂ. എന്നിട്ട് തുടങ്ങിയ വെട്ടിപ്പും തട്ടിപ്പും കഴിഞ്ഞ 8 കൊല്ലം ഏതെല്ലാം കേസുകൾ, ഏതെങ്കിലും ഒരു കേസിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ? കൈവച്ച എല്ലാ മേഖലയിലും വികസനം എന്ന് പറഞ്ഞ മാതിരിയുള്ള വർത്താനാണ്. കൈവച്ച എല്ലാ മേഖലയിലും കളവ്. കോവിഡ് വന്നപ്പോ അതിന്റെ PP കിറ്റ് അടിച്ചു മാറ്റിയിട്ട് പൈസ അടിച്ചു, PP കിറ്റ് വിറ്റിട്ട് പൈസ അടിച്ചു. പ്രളയം വന്നിട്ട് മനുഷ്യൻ മൂക്കറ്റം വെള്ളത്തിൽ നിൽക്കുകയാണ്. അപ്പൊ CMRDF പൈസ അഴിമതി നടത്തി. 150 കിലോ സ്വർണം ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കടത്തിക്കളഞ്ഞു. നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്ക്. എന്തെല്ലാം കരിമണൽ കർത്ത ഓഫീസ് പോയിട്ട് റെയ്ഡ് നോക്കുമ്പോ മാസാമാസം കരിമണൽ കർത്ത പൈസ കൊടുക്കുന്നത് ബാംഗ്ലൂരിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ ഓഫീസിലേക്ക്. എല്ലായിടത്തും കളവ്. ഇതാ ഒരു ഊരാലുങ്കൽ, കോഴിക്കോട് ജില്ലയിലല്ലേ ഊരാലുങ്കൽ. ഞാൻ ഈ കിണാശ്ശേരിയിലെ ഇപ്പോഴും സത്യസന്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന ഒരു സഖാവിനോട് ചോദിക്കട്ടെ, ഈ ഊരാലുങ്കലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഞാൻ നിയമസഭയിലും പുറത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആണത്. 10,000 കോടി ആസ്തിയുള്ള ഒരു കോർപ്പറേറ്റ്. നിങ്ങൾ പറയുന്നത് സൊസൈറ്റിയാണ്. സൊസൈറ്റി കോർപ്പറേറ്റ് ആയാൽ ഊരാലുങ്കൽ തകർത്ത് കളഞ്ഞത് ആരെയാണെന്നറിയോ? നിങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ പൊതുയോഗം സംഘടിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ മനോമുഖരത്തിൽ ആദ്യം ഓർമ്മ വരുന്ന നിങ്ങളുടെ ചെറിയ കോൺട്രാക്ടർ മുതൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിലെ ABC സർട്ടിഫിക്കറ്റ് ഉള്ള കോൺട്രാക്ടർമാരടക്കം ഒരു വ്യവസായ ശൃംഖലയെ തകർത്ത് കളഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നല്ല കാറിൽ മനോഹരമായി നല്ല വേഷമൊക്കെ ധരിച്ച് നല്ല കുട്ടപ്പന്മാരായിട്ട് പോണ, നല്ല അധ്വാനിച്ച് ജീവിക്കുന്ന, സൈറ്റിൽ എത്തുമ്പോഴേക്ക് മുണ്ട് മടക്കി കൊത്തി കാറ് ഓടിക്കുന്നിടത്തൊക്കെ തിരിഞ്ഞു കളിക്കുന്ന കോൺട്രാക്ടർമാർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ വംശം കേരളത്തിൽ ഇല്ല. ഊരാലുങ്കൽ എന്ന് പറയുന്ന കോർപ്പറേറ്റ് വിഴുങ്ങി 10 ലക്ഷം രൂപക്ക് തീരുന്ന വർക്ക് ഊരാലുങ്കൽ എടുക്കുന്നത് 25 ലക്ഷത്തിനാണ്. 100 കോടിക്ക് തീർക്കാവുന്ന വർക്ക് ഗവൺമെന്റ് കൊടുക്കുന്നത് ഊരാലുങ്കലിന് 250 കോടിക്കാണ്. അതിന്റെ പൈസ അടിച്ചു മാറ്റുന്നത് ആരാണ്? ആയിരക്കണക്കിന് കോടി രൂപ ഊരാലുങ്കൽ നിക്ഷേപിച്ചത് ആരാണ്? ഞാൻ നിയമസഭയിൽ പറഞ്ഞു, പേരൊന്ന് വെളിപ്പെടുത്ത്. കേരളത്തിലെ പല രാഷ്ട്രീയക്കാരുടെയും പണം ഊരാലുങ്കൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. എല്ലാവരുടെ പേരും പുറത്തു വരട്ടെ. എന്താ നിങ്ങൾ പുറത്തു വിടാത്തത്? എന്താ നിങ്ങൾ ഇത് പറയാത്തത്? ഇവിടുത്തെ ഏതെങ്കിലും ഒരു തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സഖാബിന്, ആകാശം മുട്ടെ ഉയർത്തി വിളിക്കുന്ന CPM എന്ന മുദ്രാവാക്യം വിളിക്കുന്ന പാവം സഖാബിന് ഇതിന്റെ ഏതു തരത്തിലുള്ള ബെനിഫിഷ്യറിയാണ് ഇയാൾ? എന്ത് മെച്ചയാൾക്ക് കിട്ടുന്നത്? പാർട്ടി യോഗത്തിൽ ചോദിക്ക്, ആരാണ് ഊരാലുങ്കൽ എന്ന് പറയുന്ന ഇതാ ഈ നാഷണൽ ഹൈവേയിൽ കോഴിക്കോട് കോർപ്പറേഷനകത്ത് കോടാനുകോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇതിന്റെ പിറകിൽ ആരാണ്? ഒന്ന് അന്വേഷിച്ചുകൂടെ? നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ചുകൂടെ? ഈ 8.5 കൊല്ലം കൊണ്ട് ഊരാലുങ്കൽ വാരിക്കുട്ടിയ കോടിക്കണക്കിന് രൂപയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അതിൽ ഇൻവെസ്റ്റ് ചെയ്തതാര്, എങ്ങനെ? ഞാൻ നിയമസഭയിൽ പറഞ്ഞു, പിന്നീട് പറഞ്ഞാൽ നേരെ വന്ന് സെറ്റിൽ ചെയ്യലാണ്. ആ സെറ്റിൽമെന്റിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിൽ ഒരു സഖാവ് പോലും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഏതെല്ലാം കേരയിൽ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ അടക്കമുള്ള ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകന്മാർ നടത്തിയ സമരത്തിലെ കേരയിൽ എവിടെ?
ആയിരക്കണക്കിന് കോടി രൂപ കൺസൾട്ടൻസി വഴി അടിച്ചു മാറ്റിയല്ലോ. കെ ബസ് എവിടെ? എന്തായിരുന്നു വലിയ ശബ്ദം? കേരളത്തിൽ ഇതാ പുതിയ ഒരു ബസ് കൾച്ചർ വരികയാണ്. കെ ബസ് എവിടെ പോയി? എവിടെ അതിൽ നിന്ന് അടിച്ചു മാറ്റിയ പൈസ എത്രയാണ്? കെ ഫോൺ എവിടെ? സാറ്റലൈറ്റ് ഫോൺ വരുമ്പോൾ കെ ഫോൺ അബദ്ധമാണ് എന്ന് 1000 തവണ ഞങ്ങൾ പറഞ്ഞു. സാറ്റലൈറ്റ് ഫോൺ വരുന്ന കാലത്ത് എന്തു കെ ഫോൺ, എന്ത് കേബിൾ ഫോൺ? അസംബന്ധമല്ലേ? അതിന് കേരളം മുടക്കിയ പണം എത്ര? തിരിച്ചു കിട്ടിയ പണം എത്ര? ആർക്കറിയണം? ഏത് മുഖ്യമന്ത്രിക്ക് അറിയണം? അടിച്ചു മാറ്റിയ സംഖ്യ മാത്രം അവർക്കറിയാം. കെ ഫോണിന്റെ മറവിൽ കോടികൾ അടിച്ചു മാറ്റി. പിന്നെ വന്നു കെ ക്യാമറ. എല്ലാത്തിനും കെ കെ എന്ന് പേരിട്ടാൽ ഇത് ശരിയാവോ? റെഡിയായി കിട്ടുമോ? നിങ്ങൾ കക്കാനുള്ള ഒരു കമ്പനി എന്ന നിലക്ക് നിങ്ങൾ കെ കെ എന്ന് പറഞ്ഞത് ഉണ്ടാക്കിയ ഈ കമ്പനികൾ കടത്തിയ അല്ലെങ്കിൽ കൊണ്ടുപോയ പണം എത്രയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് ഇവര് മാത്രമാണ്. ഞാൻ സംസാരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ അകത്ത് നിന്നാണ്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം നിങ്ങൾ പരിശോധിക്കുക. ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ, അയാള് പൊതുമരാമത്ത് വകുപ്പിൽ എന്താ പണി? ഒരു പണിയില്ല. പൊതുമരാമത്ത് വകുപ്പ് അങ്ങനെ തന്നെ ഊരാലുങ്കലിന് ചാനലൈസ് ചെയ്ത് കൊടുത്തു. പിന്നെയുള്ള പണി ടൂറിസം ഡിപ്പാർട്ട്മെന്റിലാണ്. കോഴിക്കോട് നഗരത്തിൽ ഞാൻ കണ്ണൂരിലെ ഒരു തീരദേശ കോൺസ്റ്റിറ്റ്യുവൻസിയില് 10 കൊല്ലം MLA ആയ ആളാണ്. ഇതാ ഈ റോഡിനപ്പുറത്തേക്ക് ഒന്ന് നീട്ടി നടന്നാൽ കടലാണ്. ഒന്ന് പോയി ആ കടപ്പുറത്ത് താമസിക്കുന്നവരോട് സംസാരിക്കും. അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയുമോ? കേരളത്തിന്റെ ഒരു മേഖല മുഴുവൻ തീരദേശമാണ്. അവിടെ പാർക്കുന്നവന്റെ അസ്വസ്ഥത എന്താണ്? ചിലരും വന്നിട്ട് പലപ്പോഴും കണ്ണൂരിൽ MLA ആയിരിക്കുമ്പോ ചില അമ്മമാര് വന്നിട്ട് വലിയ സങ്കടത്തോടെ പറയും, മോനെ മകൻ വരുന്നത് കടലിൽ നിന്ന് വരുന്നത് രാത്രി 1 മണി 2 മണി മീനുമായിട്ട് വരുമ്പോഴെന്നെ അതാർക്കെങ്കിലും വിൽക്കും. 2-3 മണിക്കൂർ വന്നൊന്ന് കിടക്കും. രാവിലെ അടുത്ത തോണിയിൽ പിന്നെയും പുറപ്പെടും. ആ നേരമെങ്കിലും ഒന്ന് സ്വസ്ഥമായി അവൻ ഉറങ്ങാൻ എനിക്കൊരു വീട് വെക്കണം. അവന് നിങ്ങളടുത്ത് വരാൻ സമയമില്ല. ആ പാപം കടലിലാണ്. 5 സെന്റ് ഭൂമിയുണ്ട്, വീട് ഞങ്ങൾ വെച്ചോളാം, ആരുടെ സഹായം വേണ്ട, ഒരു ബൈത്തുറഹ്മയും വേണ്ട, ഒരു അനുമതി വാങ്ങിത്തരൂ. CRZ നിയമം ഇവിടെ ഇല്ലേ? പോയി പരിശോധിക്കുക. ഈ CRZ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആരാണുള്ളത്? ഒരു വീട് വെക്കാൻ കഴിയില്ല കടലോരത്ത്. എന്നാ കോഴിക്കോട് പോയി നോക്കുക. നിങ്ങൾ കടപ്പുറത്ത് പോകാറില്ലേ? കടപ്പുറത്ത് പോകുമ്പോ നിങ്ങൾക്ക് കാണാം എത്ര ബിൽഡിങ്ങുകൾ വന്നു. അതില് അവിടെ ഉണ്ട് സ്റ്റാർബക്സ് കോഫി ഷോപ്പ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെ സ്റ്റാർബക്സിലെ അങ്ങേ അറ്റത്ത് പോയിരുന്നാൽ കടലിൽ നിന്ന് തെര വന്ന് മുഖത്തടിക്കും. കടലിനോട് ചേർന്ന് കേരളത്തിന്റെ സ്പീക്കറുടെ സഹോദരൻ അതിനകത്തുണ്ട്. കുറച്ചാളൊന്നല്ല, കോഴിക്കോട് ജില്ലയിലെ വമ്പൻ CPM മുതലാളിമാരുടെ ബിനാമികൾ അതിനകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ ബിൽഡിങ്ങിന് എങ്ങനെ പെർമിഷൻ കിട്ടിയത്? ആ ഒരു ബിൽഡിംഗ് മാത്രമാണ് കോഴിക്കോട് കടപ്പുറത്തും കോഴിക്കോട് കോർപ്പറേഷനിലും നിങ്ങൾ വിറ്റ പരസ്യ ബോർഡുകളടക്കമുള്ള നിങ്ങൾ നടത്തിയ അഴിമതിയുടെ കണക്കെത്രയാണ്? നിങ്ങൾ എൻ്റെ വീടിനല്ലേ നമ്പർ തരാത്തുള്ളൂ അല്ലേ? എൻ്റെ വീടിനകത്ത് തരാത്തത്. നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ മന്ത്രി റിയാസ് ടൂറിസം വകുപ്പ് അടക്കം ഉപയോഗിച്ച് ഈ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ അടക്കം നേരിട്ട് നടത്തുന്ന കോടികളുടെ അഴിമതി എത്രയാണ്? ഒന്ന് പരിശോധിച്ചത് നിങ്ങൾ. ഈ എങ്ങനെയാ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, വെറുതെ ഇത് പലയിടത്തും പോയി പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. കോഴിക്കോട് കോർപ്പറേഷനിലാണ് സംസാരിക്കുന്നത്. അവിടെ ഈ സ്റ്റാർബക്സിന് വാടക ഇനത്തിൽ കൊടുക്കുന്നത് 35,000-ഓ 45,000-ഓ 50,000-ന്റെ ചുവട്ടിലാണ്. എന്നാൽ 2.5 ലക്ഷം രൂപ അതിന് വാടക കൊടുക്കാം എന്ന് പറഞ്ഞ റെഡിയായി വന്നവന്റെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങി കീറി കൊട്ടയിലിട്ടിട്ടാണ് 40,000 രൂപക്ക് സഖാക്കൾക്ക് വാടക കൊടുക്കുന്നത്. ഞാനിത് വെറുതെ പറയണോ? ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? എന്നാ എഴുതി വെച്ചോ, ക്യാമറയുണ്ട്. ഞാൻ കോർപ്പറേഷനിൽ ഭരിക്കുന്നവരെ വെല്ലുവിളിക്കാണ്. നാളെ ലേലം വെച്ചാൽ 2.5 ലക്ഷം രൂപക്ക് അത് വാടകക്കെടുക്കാൻ കോഴിക്കോട് നഗരത്തിൽ ആളുകളുണ്ട്. നിങ്ങൾ കൊടുക്കോ? ആളുകളുണ്ട്. ഇത് വെറുതെ പറയുന്നല്ല. 2.5 ലക്ഷം രൂപക്ക് ഈ നമ്മളുടെയൊക്കെ സ്വത്തല്ലേ അത്? വാടക കോർപ്പറേഷൻ അല്ലേ? അല്ലാതെ അതിന്റെ വൈസ് പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടായിട്ട് തിന്നാനല്ലല്ലോ. അത് 35,000 കിട്ടുന്നതാണോ 2.5 ലക്ഷം കിട്ടുന്നതാണോ മെച്ചമുള്ളത്? കള്ള കഴിമതിയുടെ അങ്ങേ അറ്റം. ഈ ചെറുപ്പക്കാരടക്കം. പിന്നെ കക്കുന്നതിനൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. മുഖ്യമന്ത്രി കമ്പനി ഉണ്ടാക്കി കക്കും,
ഇവിടെ കോഴിക്കോടിൽ കോർപ്പറേഷൻ ഉണ്ടാക്കി കക്കും, താഴോട്ട് ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി എത്തുമ്പോൾ കിണ്ടി കൊളാമ്പി തുടങ്ങിയ സാധനം അടിച്ചു മാറ്റും. ഒരു ചെറിയ വ്യത്യാസം. പക്ഷെ മുഴുവൻ ഈ പിണറായിസത്തിന്റെ ഭാഗമായി താഴെ തട്ടുവരെ കളവാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കണ്ണൂരിൽ ദിവ്യയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നൊരു വിവാദം ഉണ്ടല്ലോ, നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. നമ്മളൊക്കെ ആ വാർത്ത എങ്ങനെയാ കേൾക്കുന്നത്? നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഓഫീസർ, അയാള് നേരെ നല്ല നിലക്ക് പ്രവർത്തിച്ചില്ല. ഇനി എന്തോ ആ മീറ്റിംഗിലേക്ക് ദിവ്യ എന്ന് പറയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നു വന്ന് അഴിമതിക്കെതിരെ 2 വാക്ക് പറഞ്ഞു. അത് പറഞ്ഞതൊക്കെ തെറ്റായി പോയി എന്നല്ലാതെ അഴിമതിക്കെതിരെയുള്ള ഒരു വാക്ക് ദുർബല ഹൃദയനായ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ്. ഇതാണല്ലോ ഒരു കോമൺ സ്റ്റോറി. എന്നാ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നവീൻ ബാബു, ആ ബാബുവിനെ ദിവ്യ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ കേട്ടതാണ്, ടി വിയിൽ വന്നു. 2 ദിവസം കഴിയട്ടെ, ബാക്കി വെളിപ്പെടുത്തും. മരിച്ചപ്പോൾ ആദ്യം വന്ന സഖാക്കളുടെ പോസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് വെളിപ്പെടുത്താനിരിക്കുന്ന സത്യത്തെ ഭയന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണ്. 1 മാസവും 4 ദിവസവും കഴിഞ്ഞല്ലോ, ഒരാഴ്ച കഴിഞ്ഞല്ലോ, ആ സത്യം പുറത്തു വന്നിട്ടില്ലല്ലോ. അതിനർത്ഥം എന്താണ്? നവീൻ ബാബുവിന്റെ പ്രീവിയസ് എല്ലാ ഹിസ്റ്ററിയും പരിശോധിച്ചു, ഒരു അഴിമതിക്കാരനേ അല്ല. 2 ദിവസമല്ല, 2 ആഴ്ചയല്ല, 2 മാസമാവാറായി, പക്ഷേ ഒന്നും ദിവ്യയും വെളിപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം നവീൻ ബാബു അതിനെ ഭയന്ന് ഭരിച്ചതല്ല. രണ്ടാമത്തെ കാര്യം, നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് തന്നെ വെക്കുക. നവീൻ ബാബു കാത്ത് 2 പെൺകുട്ടികൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിപ്പുണ്ട്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം അതിരാവിലെ നവീൻ ബാബു എത്തുമ്പോൾ ആ മനുഷ്യനെ സ്വീകരിക്കാൻ 2 പെൺമക്കൾ ആ സ്റ്റേഷനിലുണ്ട്. ഇത്രയും കാലം മറ്റു ജില്ലകളിൽ പോയി പണിയെടുത്ത തൻ്റെ ഭർത്താവ് ഇനി ഒന്നിച്ചു ജോലി ചെയ്യാനാകും വിധത്തിൽ നാട്ടിൽ വരികയാണ്. സ്വീകരിക്കാൻ ഭാര്യ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. കൂട്ടാൻ ബന്ധുക്കൾ കാറുമായി വന്നിട്ടുണ്ട്. നവീൻ ബാബു ഏതായാലും ആത്മഹത്യ ചെയ്യുകയാണ്. ഇയാളൊരു നിസ്സാര മനുഷ്യനല്ല, ക്ലർക്കല്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാധാ ഓഫീസറല്ല. ജില്ലാ കലക്ടറുടെ തൊട്ടു താഴെയുള്ള ഹൈറാർക്കിയിൽ നിൽക്കുന്ന ഒരു ഉന്നത ഓഫീസർ. മകളോട്, മക്കളെ മാപ്പ്, അച്ഛൻ അപമാനിക്കപ്പെട്ടു, ഒരു കാര്യവുമില്ലാതെ അപമാനിക്കപ്പെട്ടു. നാളെ നിങ്ങളുടെ മുമ്പിൽ അഴിമതിക്കാരൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയും. പക്ഷേ ഞാൻ എൻ്റെ കൈകൾ ശുദ്ധമാണ് മക്കളെ, നിങ്ങളെങ്കിലും അറിയണം എന്നൊരു വരി എഴുതി വെക്കാനുള്ള കോമൺ സെൻസ് ഈ നവീൻ ബാബുവിന് ഇല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസർക്ക് ഭാര്യയോട്, മക്കൾ 2 പേർ പെൺകുട്ടികൾ, അവളെ നോക്കണേ, ആ മക്കളെ നന്നായി പഠിപ്പിക്കണേ, ഞാൻ പോവുകയാണ് എന്ന ഒരു യാത്രാമൊഴി തന്നെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന മക്കൾക്ക് എഴുതിയിട്ടില്ല, ഭാര്യയ്ക്ക് എഴുതിയിട്ടില്ല എന്ന് നിങ്ങളും ഞാനും വിശ്വസിക്കണോ? എഴുതിയിട്ടുണ്ട് 1000 തവണ. പക്ഷെ എവിടെ ആത്മഹത്യ ചെയ്തെങ്കിൽ ആ കുറിപ്പ്? എവിടെ ആ കുറിപ്പ്? ആ വീട്ടിനകത്തേക്ക് ഇടിച്ചു കയറിയ പിണറായിയുടെ പോലീസ് ബന്ധുക്കളില്ലാതെ മാസ തയ്യാറാക്കുമ്പോ നിങ്ങൾ ഒന്നുകിൽ പൂർത്തിയ ആ ആത്മഹത്യ കുറിപ്പ്, അല്ലെങ്കിൽ ആത്മഹത്യയല്ലാത്ത എന്താണ് അവിടെ സംഭവിച്ചത്? രണ്ടാമത്തെ ഘട്ടം ഞാൻ പറയട്ടെ. എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമല്ലേ? അത്രമേൽ ഭീകരമായ തിരുവനന്തപുരം ശശിയിലേക്ക് ലിങ്ക് ചെയ്യപ്പെടുന്ന ഒരു മാഫിയ കണക്ഷൻ ദിവ്യ അടക്കമുള്ള ലോബികൾക്കുണ്ട്. അവിടെ 10 കൊല്ലം MLA ആളാണ് ഞാൻ. എനിക്കറിയാം ഇരിണാവ് എവിടെയാണ്. ആ ഇരിണാവിൽ കോൺഗ്രസ്സുകാരന് പോകാൻ കഴിയില്ല, ലീഗുകാരന് അടുക്കാൻ പറ്റൂല. ആ ഇരിണാവിൽ ദിവ്യയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ വണ്ടി കത്തിച്ചിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വണ്ടി ചളിയിൽ പൂട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു വലിയ ലോബിയുണ്ട്. ഇവരുടെ കക്കാനും മുക്കാനും മറക്കാനുമുള്ള ലോബി. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജറുണ്ട്. ഇവരുടെ ലോബിയാണ്. വണ്ടി, കാറുകള്, തിരുവനന്തപുരത്ത് കണ്ണൂർ നഗരത്തിലെ ഫ്ലാറ്റുകള്, റിസോർട്ട്, സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ വാങ്ങിക്കൂട്ടിയ ഭൂമികള്, വലിയ വലിയ കച്ചവടത്തിലെ ഷെയറുകള് ബന്ധുക്കൾക്ക്. ഇതെങ്ങനെ ഉണ്ടായതാണ്? ആ പറയുന്ന ദിവ്യ ഇത്രമേൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ
വെറുതെ അങ്ങ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ഈ കിണാശ്ശേരിയിൽ നിന്ന് നിഷ്കളങ്കമായി ചിന്തിച്ചാൽ കണ്ണൂരിലെ CPM-ന്റെ പൊളിറ്റിക്സ് മനസ്സിലാവില്ല. ഞാൻ അവിടെ നിന്നോനാണ്, അനുഭവിച്ചു വന്നോനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പറഞ്ഞു കുഞ്ഞനന്തനെ അദ്ദേഹത്തിന്റെ മരണത്തിൽ സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ മീഡിയകൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞപ്പോ എന്താ MV ഗോവിന്ദൻ പറഞ്ഞത്? ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും. ഞാൻ പേടിച്ച് വിറങ്ങലിച്ചു പോയി, കാരണം കേസ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എടാ എത്ര കേസുണ്ട് കേട്ടോ എൻ്റെ പേരിൽ, എത്ര കേസുണ്ട്, നിങ്ങൾ എന്താ കേസ് എടുക്കാത്തത്? ആ പറഞ്ഞതല്ലാതെ MV ഗോവിന്ദൻ അതിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോയോ? ഞാൻ പറഞ്ഞ റെക്കോർഡ് ഇവിടെ ഉണ്ടല്ലോ. റെക്കോർഡ് പോരല്ലെങ്കിൽ പിന്നെ ഇതാ ഇത് കൊടുത്തു വെച്ചോ. ഒരു കേസ് ഇടണോ, ഒരു FIR എന്താ ഇടാത്തത്? നിങ്ങൾ കണ്ണൂരിൽ പുലർത്തുന്ന ചില രാഷ്ട്രീയ രീതികളുണ്ട്. തന്റെ മക്കൾക്ക്, 2 പെൺകുട്ടികൾക്ക് തന്നെ കാത്തിരിക്കുന്ന ഭാര്യയോട് ഒരു യാത്രാമൊഴി പോലും ചൊല്ലാതെ നവീൻ ബാബു മരിച്ചു അത്രേ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ എന്താണ് ഇരയുടെ കൂടെ ഓടുകയും വേട്ടപ്പട്ടിയുടെ കൂടെ വേട്ടയാടുകയും ചെയ്യുക എന്നൊരു പ്രയോഗമുണ്ട്. MP രാജേഷ് അവിടെ പോയിട്ട്, നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഇരയുടെ കൂടെ പമ്മിപ്പതുങ്ങിയിരിക്കുക. ഇവിടെ കണ്ണൂരിൽ CPM നേതാക്കന്മാർ വേട്ടപ്പട്ടി ദിവ്യയുടെ കൂടെ പോയി അവർക്ക് സംരക്ഷണം ഒരുക്കുക. ജയിലിൽ നിന്ന് ദിവ്യ ഇറങ്ങുമ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ അവിടെ സ്വീകരിക്കാൻ പോയി. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ. ഈ മുതൽ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഈ മുതൽ ഏതാണെന്നറിയോ? സാജനെ കൊലപ്പെടുത്തിയ വനിത. അവർ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് ഷാജൻ ആത്മഹത്യ ചെയ്തത്. ഷാജൻ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അപ്പൊ ഒരു തമ്മിലൊരു ആത്മബന്ധമുണ്ട്. എന്താണ്? MV ഗോവിന്ദന്റെ ഭാര്യ പറയാണ്, ഞാൻ ഒരുത്തനെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ദിവ്യ, ഞാൻ വേറൊരുത്തനെ ശരിയാക്കിയിട്ടുണ്ട്. ഭയങ്കര ബന്ധമാണ്. ചില യോജിപ്പുകൾ അങ്ങനെയാണല്ലോ, ആ ചില ബന്ധതാണല്ലോ. ഈ ദിവ്യ നമ്മൾ പറഞ്ഞു കേട്ടതിനനുസരിച്ച് ദിവ്യയെ കൊണ്ട് ആത്മഹത്യ ചെയ്തത് നവീൻ ബാബു ആണെങ്കിൽ CPM പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് അവരുടെ പ്രകടനം കൊണ്ട് മനോവേദനയിൽ സാജൻ ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു മാഫിയ, അഴിമതിയുടെ, ഈ അഴിമതിയുടെ ഒരു സംഘം എവിടേക്കാ പിന്നെ എത്തിച്ചെല്ലുന്നത്? RSS-മായി CPM-ന് എന്ന് പറയുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഈ നാട്ടിലെ സാധാരണ സഖാക്കൾക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതൊരു ഒരു കാടടച്ചുള്ള വെടിയായിരിക്കും. പക്ഷേ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനാ നേതൃത്വത്തിന് ഏതു തരത്തിലാണ് ഇവരുമായി ഒരു ബന്ധമുണ്ടാകുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. അതിന്റെ അർത്ഥം എന്താണ്? പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാത്രം പരിശോധിക്കുക. ആ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ, നിലപാടുകൾ മനസ്സിലാവുമല്ലോ. ഈ കോഴിക്കോട് അങ്ങാടിയിൽ തിരിഞ്ഞു കളിച്ച് കിടക്കണ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു സഖാവുണ്ട്. അതാരാന്നറിയാം നിങ്ങൾക്ക്? അലന്റെ ബാപ്പയ. അലനും താഹയും നിങ്ങൾക്കറിയാലോ. അദ്ദേഹം ഒരു എത്തിസ്റ്റാണ്, ഒരു നിരീശ്വരവാദിയാണ്, ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. അലന്റെയും താഹയുടെയും പേരിൽ നിങ്ങൾ UAP-യെ ചാർത്തി കരഞ്ഞ് കാല് പിടിച്ചു മുഖ്യമന്ത്രിയുടെ മുമ്പില്. പലരും പോയി, ശരിയല്ല, പാവങ്ങൾ. ഇവിടുത്തെ മീഡിയകൾ മുഴുവൻ പറഞ്ഞു UAP-യെ ഇല്ല. എന്നാ നിങ്ങൾക്കറിയോ, കളമശ്ശേരിയിലെ സ്ഫോടനം കഴിഞ്ഞല്ലോ. ആ സ്ഫോടനത്തില് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ സ്ഫോടനം നടക്കുമ്പോൾ പലർക്കും ഒരു ഭയമാണ്. ആരാണ് ഇത് ചെയ്തത്? എന്താണ്? യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന കുറേ പാവങ്ങൾ, വായി കൈയിട്ടാ കടിക്കൂല എന്ന് പറയാവുന്ന തരത്തിലുള്ള സാധുക്കളായ കുറെ വിശ്വാസികൾ, അവരുടെ സംഗമത്തിലേക്ക് ബോംബിട്ടു. 8 പേര് മരിച്ചു, 40-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റി. 2 ആഴ്ച മുമ്പ് കേസ് കോടതിയിൽ വന്നു. UAP-യെ ഇല്ല. ഇത് മനസ്സിലാക്കണം, UAP-യെ ഇല്ല. മുഖ്യമന്ത്രി UAP-യെ ചാർത്തി അകത്തിട്ടവർ ആരൊക്കെയുണ്ട്? ഏതെല്ലാം ആളുകളുണ്ട്? അതില്ല. വളരെ കൃത്യമായി 1 അല്ല 2 അല്ല 100 കണക്കിന് എലത്തൂരില് തീവണ്ടി ആക്രമണം ഉണ്ടായില്ലേ? ഞാൻ അതിന്റെ ഡീറ്റെയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്, ആവർത്തിക്കണില്ല. 3 പേര് മരിച്ച, 10-ലധികം ആളുകൾക്ക് അപകടം പറ്റിയ ആ എലത്തൂർ തീവണ്ടി കേസ് അജിത് കുമാർ എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയന്റെ കയ്യാളായ ADGP എന്ന RSS-കാരൻ എഴുതി ഉണ്ടാക്കിയ കേസിന്റെ ഫൈൻഡിങ്സ് എന്താണെന്നറിയോ? പോയിട്ട് NIA കോടതി പോയി നോക്ക്.
എന്താ പറഞ്ഞതെന്നറിയോ? ഇതൊരു വ്യക്തി സീരിയലൊക്കെ കണ്ടിട്ട് ഒരാവേശം വന്ന് ചെയ്തതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കർണാടക തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഒരു തീവണ്ടി ആക്രമണമാണ്. ഗോദ്രയൊക്കെ പോലെ അത് നേതൃത്വം കൊടുത്തത് ഈ മുഖ്യമന്ത്രിയുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ഈ കേരളത്തിലെ ഉന്നതമായ പോലീസ് സംവിധാനത്തെ അപമാനിക്കുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായുള്ള ആളുകളാണ്. അവരാ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ബാംഗ്ലൂർ കർണാടക തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇവിടുത്തെ എലത്തൂർ തീവണ്ടി ആക്രമണം, ഹരിയാന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി ഡൽഹിയിൽ പോയി ഹിന്ദുവിന് അഭിമുഖം. ഏതെല്ലാം ഈ ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റിനകത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ആത്മബന്ധത്തിന്റെ കഥകൾ ഞാൻ വിശദീകരിക്കണം. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നിട്ടുള്ള ചില രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. സന്ദീപ് വാര്യർ അദ്ദേഹം തന്റെ പാർട്ടി വിട്ട് സജീവമായ ഫാഷിസ്റ്റ് രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിനകത്തേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, എന്തുകൊണ്ടാണ് ഞാൻ സംഘി പൊളിറ്റിക്സിനെ മാറ്റിപ്പിടിക്കുന്നത്? തലേ ദിവസം വരെ ഇയാള് വരും, പാർട്ടിയിലേക്ക് വരുമെന്നൊക്കെ കരുതിയിട്ടാണ് അവർ കാത്തിരുന്നത്. വന്നേക്കാം, വരും എന്നൊക്കെ കരുതിയിട്ടാണ്. ഇയാൾ കോൺഗ്രസിൽ വന്ന ഉടനെ ആകെ ബഹളമയമാണ്. ഇവൻ പഴയ സംഖ്യയാണ്, ഇവന്റെ കയ്യിൽ വേറെ എന്താ കാക്കി ട്രൗസറാണ്. അവൻ അന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ആത്മാഭിമാനമുള്ള ഒരു സഖാബിനോട്, സഖാബേ, സരിൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ പാലക്കാട്? സരിൻ ഉന്നയിച്ച പ്രശ്നം എന്താ? സരിൻ പറഞ്ഞത്, ഞാൻ ഈ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് പണിയെടുത്തു, അത്യധ്വാനം ചെയ്തു, എന്നിട്ട് ആകെ ഒരു മത്സരത്തിന് അവസരം കിട്ടിയപ്പോ എന്നെ മാറ്റിയിട്ട് വേറൊരാളെ വെച്ചു. ഇതല്ലേ ആരോപണം? ആ സരിന് തൊട്ടു പിറ്റേ ദിവസം പോയിട്ട് CPM സ്ഥാനാർത്ഥിയാവുക. സരിനെ നിന്നെപ്പോലെ CPM-നകത്ത് അവിടെ പണിയെടുത്ത കുറച്ച് ആൾക്കാരില്ലേ? നീ ഇപ്പുറത്ത് പറഞ്ഞ അതേ ന്യായം അപ്പുറത്തുമില്ലേ? അവരല്ലേ അവിടെ സ്ഥാനാർത്ഥിയാവേണ്ടത്? അവരെ വിട്ടിട്ട് നിന്നെ സ്ഥാനാർത്ഥിയാക്കുക. നീ പറഞ്ഞ അതേ ന്യായം CPM-ന് ബാധകല്ലേ? അവിടെയുള്ള പാർട്ടിക്കാർക്ക് ബാധകമല്ലേ? അവിടെ വെട്ടിയിട്ടാക്കുക. ഇന്നലെ വരെ കോൺഗ്രസ്, നാളെ മുതൽ CPM. വാസുവിനറിയോ കമ്മ്യൂണിസ്റ്റുകാർക്ക്? ഓക്കെ വാസുവിനെ മലയാളിക്ക് പത്രം വായിക്കുന്നവൻ അറിയാലോ. RSS ആസൂത്രണം ചെയ്ത എത്ര കൊലപാതക കേസുകളിൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ഭീകരനായിട്ടുള്ള RSS-കാരനാണ് ഓക്കെ വാസു. ആ ഓക്കെ വാസു CPM-ലല്ലേ? ആരാ കെട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്? ഈ പിണറായി വിജയനും P ജയരാജനും അല്ലേ? ഒരു മൂന്നാളും കൂടി ചേർത്ത് പിടിച്ചാൽ അവിടെ സുഗന്ധമല്ല ഉണ്ടാവുക, മനുഷ്യന്റെ ചോരയുടെ മണാണ്. ആ ബന്ധമുള്ള 3 പേരാണ്. അപ്പൊ ഓക്കെ വാസു BJP-യും RSS-ഉം ഉപേക്ഷിച്ചല്ലേ CPM-ൽ വന്നത്? അത് തെറ്റല്ല. ഞാൻ ഒരിക്കലും അത് തെറ്റാണെന്ന് പറയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇതൊരു ഫാഷിസ്റ്റ് കാലമാണ്. ഈ കാലത്ത് നാളെ ഒരാൾ പറയാണ്, ഇന്ന് രാവിലെ വരെ സംഖ്യയായ ഒരാൾ വൈകുന്നേരം പറയുന്നു, ഞാൻ ആ പാർട്ടി വിടുകയാണ്, നിലപാടുകൾ മാറ്റുകയാണ്. ഉച്ചക്ക് 2 മണിക്ക് ഞാൻ പറയണു, ഞാൻ അയാളെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് അയാള് വീണ്ടും മാറ്റി പറയുന്നു, സംഖ്യയാണ് ശരി. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച അതേ ആരോഗ്യം വെച്ച്, ഈ നാവ് വെച്ച് ആ നിലപാടിനെ എതിർക്കുകയും ചെയ്യും. എന്താ കുഴപ്പം? ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ ശരിയല്ല എന്ന് പറയുന്നതിനെ പൂർണ്ണമായി സ്വീകരിക്കേണ്ട രാഷ്ട്രീയ സമീപനം ഈ ഫാഷിസ്റ്റ് കാലത്ത് കാണിക്കണ്ടേ? അല്ലാതെ പറയാ അയാൾ അങ്ങനെ. നമ്മുടെ നാട്ടിൽ ചില വിദ്വാൻമാരുണ്ട്, ഈ സോഷ്യൽ മീഡിയ പുലികൾ. അവർ വിചാരിക്കണത് അവരുടെ ഒരു മിടുക്കൊണ്ടാണ് ഈ രാജ്യത്തിൽ ഈ ഭൂമി തന്നെ ഇങ്ങനെ കറങ്ങണ ഒരില്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകുന്നുള്ള നിലക്ക്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്താ ചോദിക്കുക, ശശി തരൂരിന്റെ നിലപാടുകൾ ഈ അടുത്ത കാലത്തായി മാറുന്നുണ്ടോ? ഒരു ചർച്ചയാണ്. രമേശ് ചെന്നിത്തല എപ്പോഴാ RSS-ലേക്ക് പോവാ? സുധാകരൻ എപ്പോഴാ കോൺഗ്രസ് വിടുക? എന്റെ ചെങ്ങായിമാരെ, ഒരു സംഖ്യയെങ്കിലും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടതിന് പകരം നിങ്ങളുടെ ഈ കുബുദ്ധി തോന്നുന്ന വർത്താനം പറഞ്ഞിട്ട് ഉള്ളവൻ അങ്ങോട്ട് പറഞ്ഞേക്കാണോ ഈ ആധുനിക കാലത്ത് ചെയ്യേണ്ടത്? ഒരു ഫാസിസ്റ്റ് കാലത്ത് അതാണോ മര്യാദ? അതാണോ? ആ
പറയുന്ന നരമ്പ് രോഗികളുടെ അതേ വർത്താനല്ലേ CPM കാരങ്ങൾ ഇപ്പൊ പറയണത്? അതല്ലേ പറയണത്? എന്താ സന്ദീപ് വാര്യർ പറഞ്ഞത്? സന്ദീപ് വാര്യരുടെ നിലപാട് എന്താണ്? വളരെ കൃത്യമായി എന്തുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ BJP വിടുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ സ്വാഗതം ചെയ്തു. പോരാഞ്ഞിട്ട് അദ്ദേഹം പാണക്കാട് വന്നു, സഖാക്കൾക്ക് വാക്കിൽ പിടിച്ചു. എന്താ അതിൽ ഇത്ര അതിശയമുള്ളത്? ഞങ്ങളൊരു മുന്നണിയിലാണ്. ഒരു പക്ഷേ അദ്ദേഹം പാണക്കാട് വരുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഇവിടുത്തെ ഒരു സാമുദായിക രാഷ്ട്രീയമാണ്. അവര് BJP പ്രതിനിധാനം ചെയ്യുന്ന സംഘീയ രാഷ്ട്രീയത്തിന്, ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന് ഇരകളാക്കി മാറ്റുന്നവർ ഇവിടുത്തെ മൈനോറിറ്റിയാണ്. അതിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ പോകേണ്ടത് ഒരു പ്രായച്ചിത്തം പോലെ സന്ദീപ് വാര്യർ തന്റെ തീരുമാനങ്ങൾ മാറ്റുമ്പോൾ ആദ്യം ചേർത്ത് പിടിക്കേണ്ടത് വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ ഒരു ലീഡർഷിപ്പിനെയാണ്. അദ്ദേഹം അതുവരെ പറഞ്ഞ വെറുപ്പിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പറഞ്ഞിരയാക്കപ്പെട്ട ഈ സമുദായത്തിന്റെ നേതാവിനെ ഞാൻ ചേർത്ത് പിടിക്കണമെന്ന് വിചാരിച്ചാണ് അയാൾ പാണക്കാടിന്റെ പടി കയറുന്നത്. സഖാവ് പിണറായി വിജയൻ അപ്പോൾ പറഞ്ഞൊരു വാക്കെന്താണ്? സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ പെരുമാറുന്നു. ഞാനന്ന് വൈകുന്നേരം വൈകാരികമായി പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ചതിന് കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾ തമ്മിൽ തെറ്റിക്കാൻ, നമ്മൾക്കിടയിൽ മതിലുകെട്ടാൻ, നമ്മളെ പിരിക്കാൻ, നമ്മൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്ന ഒരു അപകടം പിടിച്ച പോസ്റ്റ് ട്രൂത്ത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ അറിയുമോ സ്നേഹമുള്ളവരെ, ആസാം കേരളം പോലെ ഒരു മൈനോറിറ്റി സ്റ്റേറ്റാണ്. ഭരിക്കുന്നത് BJP ആണ്. കേരളത്തിൽ പതുക്കെ വർഗീയത അതിരൂക്ഷമാം വണ്ണം അക്കാഡമിക്കലായി തന്നെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരികയുന്നുണ്ട്. നിങ്ങൾ എത്ര കണ്ണടച്ചാലും അത് സത്യമല്ലാതാവില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, കർണാടകയിൽ ഒരു തരംഗം കൊണ്ട് BJPയെ തോൽപ്പിക്കാനാവും. കേരളത്തിൽ ഒരു കാറ്റ് കൊണ്ട് BJP പോവില്ല. കർണാടകയിൽ അതൊരു രാഷ്ട്രീയ തരംഗമാണ്. കേരളത്തിൽ പക്ഷേ അത് ആമൂലാഗ്രമിറങ്ങുന്ന ഒരു വിഷവിത്താണ് മനസ്സുകളിലേക്ക്. ഇത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. പ്രബുദ്ധതയുള്ളൊരു രാഷ്ട്രീയ സമൂഹമാണ്. അവരുടെ ബോധ്യങ്ങളെ പെട്ടെന്ന് മാറ്റിമറിക്കാൻ ഒരു ട്രെൻഡിന് കഴിയില്ല. ഇവിടെ ആസൂത്രിതമായി ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മൈനോറിറ്റി വോട്ടുകൾ കിട്ടാനുള്ള പരിശ്രമങ്ങൾ കുറെ കാലമായി നടത്തിയിട്ടുണ്ട്. അതിനിങ്ങനെ സദ്ദാം ഹുസൈൻ, അതല്ലെങ്കിൽ ഫലസ്തീൻ യുദ്ധം എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ കൊണ്ടുവരും. എന്നാൽ അതൊന്നും ഇപ്പൊ വില പോവില്ല. അപ്പോ CPM വിചാരിക്കുന്ന ഒരു കാര്യം, അവർക്ക് ഈ മൈനോറിറ്റിയെ തമ്മിൽ തല്ലിക്കാൻ എന്താണ് വഴി? ആ വഴി CPMന്റെ വഴി മാത്രമല്ല. CPM അങ്ങനെ ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളിലേക്ക് ആ ചിന്ത സന്നിവേശിപ്പിക്കുന്നത് RSS ആണ്, സംഘികളാണ്. അവർ ശ്രമിക്കുന്നത് ഇവിടുത്തെ മൈനോറിറ്റി സമൂഹമായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാനാണ്. ഇത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്, പറയേണ്ടത് പക്ഷേ ബാധ്യതയാണ്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിക്കുക. ഇത്രമേൽ മുസ്ലിങ്ങളെ അങ്ങോട്ടും ഇവിടെ നിന്ന് അപ്പുറത്തേക്കും ചീത്ത പറയുന്ന ഒരു കാലമുണ്ടായിട്ടുണ്ടോ? എന്തെല്ലാം വൃത്തികേടുകളാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം അകലത്തിലേക്കാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനി സമൂഹത്തെയും മാറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നത്. വലിയ തോതിൽ ഇത് നടക്കുന്നുണ്ട്. ഞാൻ എണ്ണി കാര്യങ്ങളിൽ പറയല്ല. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് മുനമ്പം എന്ന് പറയുന്നത്. ആ മുനമ്പം വന്നപ്പോൾ അതിന്റെ അപകടം കേരളത്തിലെ സകലമാന മുസ്ലിം സഹോദരന്മാർക്കും ക്രൈസ്തവ സഹോദരന്മാർക്കും മതേതര സമൂഹത്തിനും കൃത്യമായി ബോധ്യപ്പെട്ടു. ഞാൻ മെനഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോ, രാവിലെ വിളിക്കുമ്പോ തങ്ങൾ പറയുന്നു വൈകുന്നേരം പോവാണ്, എല്ലാവരെയും ഒന്ന് കാണണം. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ തീരുമാനം മുസ്ലിം സംഘടനകൾ, എന്നിട്ടും അവസാനിക്കുന്നില്ല. നമുക്ക് അവരുമായി ഒന്ന് സംസാരിക്കണ്ടേ? ബിഷപ്പുമാർ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ചെന്ന് സാദിഖ് അലി തങ്ങൾ അവരുമായി സംസാരിക്കുകയാണ്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, യാത്രക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. പലപ്പോഴും പറയുന്നു അമിതമാണ്, അതിനൊന്നും ആവശ്യമുണ്ടോ? എന്നാലും എല്ലാ വിട്ടുവീഴ്ചകളും നൽകി ആ സൗഹൃദത്തിന്റെ ഒരു പരവതാനി വിരിക്കാനുള്ള ഓട്ടമാണ്. നിങ്ങൾ ലീഗിനെ രാഷ്ട്രീയമായി വിമർശിച്ചോളൂ,
എതിർത്തോളൂ. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങളെയും നിങ്ങൾക്ക് എതിർക്കാലോ. ആരാ പറഞ്ഞത് തങ്ങൾ വിമർശനത്തിന് അതീതനാണെന്ന്? ആരാ പറഞ്ഞത്? ലീഗിന്റെ നേതാവിനെ നിങ്ങൾക്ക് വിമർശിച്ചുകൂടാൻ ആരാ പറഞ്ഞത്? പക്ഷെ പറയുമ്പോൾ അതിന്റെ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയണ്ടേ? ഇവിടെ ഏത് തരത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ പെരുമാറിയത്? ഞങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഐഡിയോളജിക്കലായി നടത്തിയ ഏതെങ്കിലും ഒരു ഡിബേറ്റ് സഖാവ് പിണറായി വിജയൻ ഈ അധികാര കൊതിയുടെയും കളവിനുമിടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഐഡിയോളജിക്കൽ ഡിബേറ്റ് നടത്തുന്നവരല്ലേ? ഒരു കാര്യവുമില്ലാതെ ആ മനുഷ്യനെ ഇന്നലെ രാത്രിയിൽ അങ്ങ് പോയി അവിടെ മുനമ്പത്ത് പോയി ആ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ മിനിഞ്ഞാന്ന് ആക്ഷേപിക്കുമ്പോൾ അതിന്റെ സാങ്കത്യം എന്താണ്? മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് പിണറായി വിജയനും അറിയാലോ. നിങ്ങളാണ് അവർക്ക് ചെലവും കൊടുക്കുന്നത് എന്ന് ഞങ്ങൾക്കും അറിയാലോ. നിങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ മുഴുവൻ എനിക്കും അറിയാലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് വലിയ ഗീർവാണം പറഞ്ഞ് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് സാദിഖ് അലി തങ്ങളെ പഴി പറയാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, സ്കൂൾ കച്ചവടമൊക്കെ നടത്തുന്ന ചില ആൾക്കാർ. അവരുടെ ഫോൺ കോൾ പരിശോധിച്ചാൽ ഒരു ദിവസം 10ഉം 15ഉം തവണ ഇളമരം കരീമിനെയും TP മോഹനെയും ഒക്കെ വിളിക്കുന്ന കോൾ ലിസ്റ്റ് ഉണ്ടല്ലോ. ഫിഖിന്റെ മസല അറിയാൻ വേണ്ടി വിളിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാലോ. അത് ഫിഖിന്റെ മസല കിട്ടാനെന്നല്ലോ. അവരൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ ജമാഅത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. അതും തങ്ങളെ. അതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. അത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. അത് പറയാൻ അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ജോർജ് ബൈഡന്റെ അമേരിക്കയുടെ ഇപ്പൊ നിലവിലുള്ള പ്രസിഡന്റ് അതെ ട്രംപ് വരികയാണ്. അതിനു മുമ്പ് ബൈഡൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞു. ബൈഡൻ പറഞ്ഞു സയനിസ്റ്റ് ആവാൻ ജൂതനാവണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കും ആവാം, എനിക്കുമാവാം. സംഘിയാവാൻ RSS ആവണം, BJP ആവണമെന്ന് നിർബന്ധമില്ല. ഒരു CPM കാരനും ആവാം എന്ന് തെളിയിച്ച മനുഷ്യന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അറിയോകള്, ഒരു സംഖ്യയാവാൻ നിങ്ങൾക്കുമാകും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ കമ്മ്യൂണിസം പറയുന്ന ഊരിപ്പിടിച്ച വാള് ഇരട്ട ചങ്ക് എന്നൊക്കെ പറയുന്ന സാധനം പറഞ്ഞ ഒരാൾ അങ്ങനെ ചെയ്യുമോ? സ്നേഹമുള്ളവരെ, ഇത് നിവൃത്തികേടാണ്. പിണറായി വിജയൻ അഭിമുഖീകരിക്കുന്നത് പ്രശ്നമുണ്ട്, കാണാതിരുന്നുണ്ട്. അദ്ദേഹത്തെ ശരിക്കൊരു ആപ്പിലാണ്, BJPയുടെ ആപ്പിലാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ചില പ്രയോറിറ്റീസ് ഉണ്ട്. ഒന്ന് പാർട്ടി, ഒന്ന് അദ്ദേഹത്തെ അങ്ങ് നെഞ്ചോളം ചേർത്ത് പിടിക്കുന്ന പാവപ്പെട്ട അണികൾ, മറ്റൊന്ന് പാർട്ടിയുടെ സിദ്ധാന്തം, മറ്റൊന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊരു മകളുമുണ്ട്. ഈ ബാക്കിയൊക്കെ 75 വയസ്സായില്ലേ, അതിൻ്റെതായ ദുർബലതകളൊക്കെ ഉണ്ടാവും. മക്കളെന്ന് വിട്ടിരുന്ന് തീരുമാനമെടുക്കാൻ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കഴിയില്ല. അതുകൊണ്ട് അവസാനം അദ്ദേഹം മകളെ ചേർത്തു പിടിക്കുന്നു. സംഘി പാളയത്തിൽ ഈ ആദർശങ്ങളെ കൊണ്ടുപോയി അടിയറ വെക്കുകയും ചെയ്യുന്നു. ഞാനതാ പറയുന്നത്. അദ്ദേഹം ലക്ഷണമൊത്ത ഒരു ഫാഷിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു സംഘിയാണ് എന്നതിൽ വേറെ വർത്താനല്ല. കേരളത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ട എന്താ, നിങ്ങൾ RSS ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പോലും എടുക്കാത്ത സമീപനങ്ങൾ ഈ 8.5 കൊല്ലം കൊണ്ട് സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. സവർണ സംവരണം അടക്കമുള്ള കാര്യങ്ങൾ, ദളിത് വിരുദ്ധതകൾ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോകാവുന്നത് കൊണ്ട് ഞാൻ പറയണില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റുകൾ, ഞാനിത് പറഞ്ഞപ്പോ എല്ലാവരും കൂടെ ഇന്നലെ എൻ്റെ മേക്കിട്ടാണ്. AK ബാലൻ സാധു, എനിക്കിഷ്ടമാണ് ബാലേട്ടനെ, ഒരു പാവാണ്, നിഷ്കളങ്കനാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായത് ഒരു സ്ക്രൂവിൻ്റെ കുറവ്, ഒന്ന് ലൂസായതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറിച്ച് ന്യായീകരിച്ച് ഒരു ദിവസം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബസ്, ഏത് ബസ്, മറ്റേ ആലിബാബയും 41 കള്ളന്മാർ യാത്ര ചെയ്ത ബസ്സില്ലേ, ആ ബസ്സിനെ കുറിച്ച് പറയാണ്. പൈസ മുടക്കിയാൽ എന്താണ്, ഈ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ മുതലാവൂലേ? അപ്പൊ പത്രക്കാർ ചോദിച്ചു, മ്യൂസിയത്തിൽ വെക്കാൻ മാത്രം ഈ ബസ്സിന്റെ പ്രത്യേകത എന്താണ്? മുഖ്യമന്ത്രി ഇത്രയും ദിവസം ഇരുന്ന ബസ്സല്ലേ, മുഖ്യമന്ത്രിന്റെ പ്രശ്നം വെച്ചാൽ ആ കസേര കാണുന്ന ആൾക്കാർ വരുമോ? എന്ത് ആജാതി വിഡ്ഢിത്തം പറഞ്ഞ ബാലേട്ടൻ ഇന്നലെ പറഞ്ഞത്. ഷാജി നിയമസഭയിൽ വർഗീയത പറഞ്ഞതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെട്ട ആളാണ്. ഒരാളുടെ നിയമസഭാ കാലാവധി 5 കൊല്ലാണ്. ഞാൻ 2 തവണയാണ് ജയിച്ചത്, അത് 10 കൊല്ലാണ്. ആ 10 കൊല്ലം പൂർത്തിയാക്കി MLA ആയി, പിന്നെ മത്സരിച്ച് തോറ്റുപോയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ബാലേട്ടന് ഞാൻ എപ്പോഴാ നിങ്ങളുടെ ഈ നികേഷ് കുമാർ എന്ന് പറയുന്ന ഈ ഏറ്റവും അപകടം പിടിച്ച മാനിപ്പുലേറ്റർ, അയാള് ഉണ്ടാക്കി വെച്ച ഒരു നോട്ടീസ് വഴിയാണ് ആ കള്ളത്തരം ഉണ്ടായത്.
എന്നിട്ട് അത് എൻ്റെ തലയെ കെട്ടിവെക്കാൻ നോക്കി. ഇവിടുന്ന് ഒരു വിധിയൊക്കെ വാങ്ങി. പക്ഷേ ഞാൻ സുപ്രീം കോടതിയിൽ സ്റ്റേ ചെയ്ത് 10 കൊല്ലം MLA. അത് കഴിഞ്ഞു പോയി ബാലേട്ട. നിങ്ങൾ ഓർമ്മയുടെ ചെറിയൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ബാലേട്ടനോട് അതിലപ്പുറം പറയേണ്ട കാര്യമില്ല. രണ്ടാമത് പറഞ്ഞത് MP ഗോവിന്ദനാണ്. MP ഗോവിന്ദൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അദ്ദേഹം ബുദ്ധിപരമായി സംസാരിക്കുന്ന ഒരാളാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ആ തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടല്ലേ പ്രതിരോധിക്കേണ്ടത്. ഓ എഴുതി വെക്കേണ്ട വാക്കാണ് സഖാവ് MP ഗോവിന്ദൻ. രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയമായി പ്രതികരിക്കണമല്ലേ. ഞങ്ങൾ അങ്ങനെ പ്രതികരിച്ചത്. നിങ്ങൾ സാദിഖ് അലി തങ്ങളെ ജമാഅത്ത് പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോ അല്ല സഖാവ് പിണറായി വിജയൻ, നിങ്ങളൊരു സംഖ്യയാണെന്ന് പറഞ്ഞു. അതാ രാഷ്ട്രീയം. എന്നാൽ മിസ്റ്റർ MP ഗോവിന്ദൻ, ഞാൻ നിയമസഭയിലെ ഒരു MLA എന്നുള്ള നിലക്ക് എൻ്റെ എല്ലാ പ്രിവിലേജും ഉപയോഗിച്ച് നിയമസഭയുടെ അകത്ത് വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി മുഖ്യമന്ത്രിയെ കുറിച്ചും വീട്ടിൽ ഇരിക്കുന്ന മകൾ ഇത്തരത്തിൽ നടത്തുന്ന അവിഹിത ഇടപാടുകളെ കുറിച്ചും മുഖത്തു വിരൽ ചൂണ്ടി ചോദിച്ചതിന് 5 കൊല്ലം എന്നെ വേട്ടയാടിയവന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. അറിയാം നിങ്ങൾ മൂപ്പരോട് പോയിട്ട് പറയും, രാഷ്ട്രീയം പറഞ്ഞ രാഷ്ട്രീയമല്ലേ പറയേണ്ടത്, അല്ലാണ്ട് വിജിലൻസിനെ പറഞ്ഞേക്കല്ലോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ എന്നോട് രാഷ്ട്രീയമായിട്ടാണ് പെരുമാറിയത്. ഏതെല്ലാം കേസ് എടോ ഞാൻ ചോദിക്കണത്, ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നിങ്ങൾ 5 തവണ വന്നിട്ട് അളന്നു എൻ്റെ വീട്. ഞാൻ ഇവിടെ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഒരു പറയാം, നമ്പർ തരാൻ പറ്റൂല. കാര്യം എന്താ, നിങ്ങൾ തരണ്ടാന്ന് മോളെന്ന് പറഞ്ഞു എന്നാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നമ്പർ തരാത്തതുകൊണ്ട് ഞാനിങ്ങനെ റോട്ടുമ്പിൽ കടന്ന് എൻ്റെ ജീവിതം തീർന്നോ നിങ്ങൾ വിചാരിച്ചിരുന്നോ? സഖാക്കളെ വിചാരിച്ചിരുന്നോ? ഇവിടെ രാജ്യത്തൊരു നിയമമൊക്കെ ഉണ്ട്. സഖാവിനറിയോ, കോടതിയിൽ പോയിട്ട് ആ നമ്പർ വാങ്ങിയിട്ട് അവിടെ അപ്പം ഞാൻ പാർക്കണത്. നിങ്ങൾ വിചാരിക്കണ പോലെ നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ തീരുന്നവിടെ നല്ലതുള്ളത്. അറിയാം, നിങ്ങൾ മാത്രം നിങ്ങൾ കുറച്ച് കള്ളന്മാർ കൂടിയിട്ട് ഇവിടെ അങ്ങ് നിൽക്കരുത് തരാൽ, അല്ലെങ്കിൽ ആളെ പേടിപ്പിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. രാഷ്ട്രീയം പറഞ്ഞ രാഷ്ട്രീയം പറയണം. പക്ഷേ ഇന്നലെ എനിക്ക് അതിശയമുള്ളൊരു കാര്യം എന്താ, നിങ്ങൾ റഹീം വന്നു. ഭയങ്കര സംഭവമാണ്. ഈ വിദ്വാൻ ഉള്ള വിവരം തന്നെ അറിയില്ല. എവിടെങ്കിലും ഒന്ന് മത്സരിച്ചാൽ ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് രാജ്യസഭാ പാക്കേജുമായിട്ട് രക്ഷപ്പെട്ട DYFIയുടെ ഏറ്റവും പ്രോജ്വലനായ പൊട്ടിത്തെറിക്കുന്ന യൗവനാണ് എൻ്റെ റഹീം എന്നോട് പറഞ്ഞ കാര്യം കാര്യങ്ങള്, ഷാജി നാവ് വായിലിടണം. ഞാൻ അവിടെ തന്നെ ഇടല്. പൊതുവില നിങ്ങൾക്ക് ഈ ഇരട്ടച്ചങ്കൊക്കെ ഉള്ള മാതിരി നാവ് കൊണ്ടുപോയിട്ട് വേറെ എവിടെയും വെക്കാവുന്ന പ്ലേറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ പൊതുവേ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ചങ്കേ ഉള്ളൂ. ഞങ്ങൾ നാവ് വായി തന്നെ വെക്കാറ്. അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതൊന്നല്ല. നാവ് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കാനും അതിങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആണ് റഹീമേ. നമുക്ക് പലതരത്തിൽ വർത്താനം പറയാൻ പറ്റും. ആരെങ്കിലും നമ്മളോട് എടാന്ന് വെച്ചാൽ താൻ ആരെടാ എന്ന് ചോദിക്കാനൊക്കെ ഈ നാവോണ്ട് പറ്റും. ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി. എല്ലില്ലാത്തൊരു സാധനമാണ്, നന്നായിട്ട് വളയും. ഇയാൾക്ക് ശീലമില്ല. ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയെ കാണുമ്പം മൂത്രം വരുമെന്ന് പേടിച്ചിട്ട് പമ്പേഴ്സ് ഇട്ട് നടക്കുന്ന ആളാണ് ഈ MA റഹീം എന്ന് പറയുന്ന ഈ ബീരി. അയാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അയാൾക്ക് ഈ പറയുന്നതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം എന്താണ്, പ്രതികരിക്കുക, ആരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോട് നിൽക്കുക. ഇവിടെ ഒരു സാധനം ഉണ്ട്, നട്ടൽ എന്ന് പറയും. അതിങ്ങനെ നേരെ നിർത്തി പിടിച്ച് വർത്താനം പറയാ. അതിന് ശീലം, ധൈര്യവും വേണം. പിണറായി വിജയനെ പറയുമ്പോഴേക്കും പാഞ്ഞു വന്ന് ഞാനാണ് ഹീറോ എന്ന് പറഞ്ഞ് കിട്ടാവുന്ന ആനുകൂല്യം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന റഹീമിന് എങ്ങനെയാണ് റഹീമെ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുക? ആ DYFIയെ ശാന്തീകരിച്ച ആളല്ലേ. എന്നിട്ട് എന്നോട് പറഞ്ഞ വലിയൊരു വർത്താനം കാര്യങ്ങൾ, ഷാജി മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനായിട്ടില്ല. എൻ്റെ റഹീമെ, ഏത് ലോകത്താണ് നീ ജീവിക്കുന്നത്? ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ കുഴപ്പം തുടങ്ങിയിട്ട് എത്ര കൊല്ലം ഞങ്ങൾ. ഞാൻ എഴുതിയ ഒരു ഫേസ്ബുക്കിന്റെ വള്ളിയും പുള്ളും വിടാണ്ട് കുത്ത് കോമാന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ പത്രക്കാരുടെ മുമ്പിൽ വായിച്ച മനുഷ്യനാണ് നിങ്ങളെ പിണറായി വിജയൻ. അതൊന്നും റഹീം അറിയില്ല. അദ്ദേഹം എനിക്കതിൽ ഒരുപാട് കേസെടുത്തു. ഞാൻ അദ്ദേഹത്തിനെതിരെ ആ കേസുകളൊക്കെ കോടതി പോയി നേരിട്ടു. അന്ന് അദ്ദേഹത്തെ എതിർക്കാൻ ഒരു വിരൽ ചൂണ്ടിയെങ്കിൽ ഇപ്പൊ 10 വിരലും ചൂണ്ടിയിട്ട് അയാൾക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. മനസ്സിലായത്? ഇത് ഞങ്ങൾ കുറെ കാലം എന്നിട്ട് പറയാൻ മുഖ്യമന്ത്രിയോട് ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല റഹീമേ, ഇനി മുഖ്യമന്ത്രിയോട് സംസാരിക്കാനാവണമെങ്കിൽ ഏതോ കോളേജിലൊക്കെ പോണത്രേ, പ്രത്യേക ഡിഗ്രിയൊക്കെ ഉണ്ട് അദ്ദേഹത്തോട് സംസാരിക്കണമെങ്കിൽ. കാരണം എന്താണ്, അയാൾ മുഖ്യമന്ത്രിയാണ്. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പൂരപ്പറമ്പിൽ ആനെ കൊണ്ടുനടക്കണം, അത് നിങ്ങൾ കൊണ്ടുനടന്നു നോക്കിയാൽ തന്നെ. ഒരു കാര്യം റഹീമ മനസ്സിലാക്കിക്കോ, ഈ മുഖ്യമന്ത്രി ജീവിക്കുന്നത് ഞങ്ങളെ ചെലവിലാണ്, ഈ ജനങ്ങളെ ചെലവിലാണ്. നീന്താനുള്ള കുളം ഞങ്ങൾ കുഴിച്ചു കൊടുത്താണ്. മക്കളും ഭാര്യ മാത്രമല്ല പേരക്കുട്ടിനടക്കം ടൂറിന് കൊണ്ടുവന്നത് ഞങ്ങളെ ചെലവിലാണ്. മനസ്സിലായി? ഞങ്ങൾ അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ വിമർശിക്കും, കേട്ട് നിന്നോളണം. ഇത് ജനാധിപത്യ രാജ്യമാണ്, അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല. മനസ്സിലായി? ഞങ്ങൾ അത് ഏത്
കൊമ്പത്തെ മുഖ്യമന്ത്രി ആയാലും ജനങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമില്ലേ? അതല്ല വിമർശിക്കണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പോറ്റ്. ജനങ്ങളെ ചെലവ് പോട്ടരുത്, മനസ്സിലായില്ലേ? ജനങ്ങളെ ചെലവിൽ പോട്ടരുത്. അവിടെ പശുവിന്റെ തൊഴുത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ചാണകമാരാനുള്ള ആൾക്കാരെ നമ്മൾ വെച്ച് കൊടുക്കണം, നീന്താനുള്ള കുളം ഉണ്ടാക്കി കൊടുക്കണം, തടവി കൊടുക്കാനുള്ള മരുന്ന് അയച്ചു കൊടുക്കണം. എന്നിട്ട് വിമർശിക്കാനും പറ്റൂല. ഏത് കോത്താഴത്തെ മുഖ്യമന്ത്രിയാണിത്? നിങ്ങൾക്ക് പേടിയുണ്ടാവും, പേടി കാണുമ്പോൾ പേടിച്ചിട്ട് മൂത്രമൊഴിക്കുണ്ടാവും. പക്ഷേ ഞങ്ങളെ കൊള്ളെ അതും കൊണ്ടൊന്നും വരരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. അത് മാത്രമേ പറയുള്ളൂ. എന്നിട്ട് എന്നോട് പറയാണ് അത് ഷാജിക്ക് നല്ലതല്ല. പേടിപ്പിക്കുക റഹീമേ. ഞാൻ റഹീമിനോട് പറയട്ടെ, ഈ മതളകി വന്ന ആനയല്ലേ മുഖ്യമന്ത്രി, അയാളുടെ കൊമ്പൊണ്ട് കുത്തിയിട്ട് ഷാജി വീണിട്ടില്ല. പിന്നെ ആനപ്പിണ്ടത്തെ തടഞ്ഞിട്ട് വീണത് അല്ലേ? ഇനിയൊക്കെ ആനപ്പിണ്ടല്ലേ ചങ്ങായി, അയിമ തടഞ്ഞ് വീഴുവോ? മുഖ്യമന്ത്രിയെ പേടിച്ചിട്ട് വീഴാത്തവർ ആരെ നിങ്ങൾ ഭയപ്പെടുത്താൻ ശ്രമിക്കണത്? ആരെ നിങ്ങൾ ബേജാറാക്കാൻ ശ്രമിക്കണത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഇവിടെ പറയുന്നത്? എന്താ നിങ്ങളുടെ രാഷ്ട്രീയം എന്നെങ്കിലും നിങ്ങൾ പറ. നിങ്ങൾ സന്ദീപിനെ റദ്ദ് ചെയ്യുന്ന പൊളിറ്റിക്സിൽ നിന്നല്ലേ സാദിഖ് അലി തങ്ങളിലേക്ക് വന്നത്? സന്ദീപ് എടുത്ത തീരുമാനത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ സന്ദീപ് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്റെ തെറ്റുകൾ തിരുത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് മായ്ച്ചു കളയാൻ ശ്രമിക്കണില്ല. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു, പലതരത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ലെന്ന് ഞാൻ ഇപ്പോൾ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തെ ശ്ലാഘിക്കാൻ, ആ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്? അത് ഒരു ഫാഷിസ്റ്റ് കാലത്ത്. ഞാൻ വിശ്വാസികളോട് ചോദിക്കട്ടെ, എന്താണ് ഈ തൗബ എന്ന് പറയുന്നത്? എന്താണ് ഈ തൗബ എന്ന് പറയുന്നത്? തൗബ സ്വീകരിക്കാൻ ബാധ്യതയില്ലേ? അതല്ല, നിങ്ങൾക്ക് അതിന് അർഹതയില്ലെന്ന് പറയാൻ നമുക്ക് ആർക്കാണ് അവകാശമുള്ളത്? എന്നിട്ട് ആ മനുഷ്യൻ വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ പോട്ടെ, ഒരു സമുദായ പത്രത്തിന്റെ പള്ളികളിൽ നിന്നും മീറാബുകളിൽ നിന്നും പിരിച്ചുപോയി ഉണ്ടാക്കിയ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആ സന്ദീപ് നായരെ ആക്ഷേപിക്കാൻ വേണ്ടി ഫോട്ടോ കൊടുത്തിട്ട് ട്രൗസർ ഇട്ട് നിൽക്കുന്ന RSS കാരന്റെ ഫോട്ടോ കൊടുക്കുക തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അല്ലേ? ഇതാണോ ഇത് ന്യായമാണോ? എന്നിട്ട് ആ സന്ദീപ് എന്ന് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. അങ്ങനെ പറയുമ്പോഴേ മുതലക്കോളത്തുനിന്ന് ദീൻ പറയേണ്ടത് ഞങ്ങളാന്ന് അറിഞ്ഞത് കാര്യമില്ല. സന്ദീപ് പറയേണ്ടപ്പോ സന്ദീപും പറയും. പറയേണ്ട ചരിത്രമാണെങ്കിൽ, കേൾക്കേണ്ട ചരിത്രമാണെങ്കിൽ സന്ദീപിന്റെ വായിൽ തന്നെ കേട്ടു പഠിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായതിൽ നാണിച്ചു തലതാഴ്ത്തണം. നിങ്ങൾ മനസ്സിലായങ്ങള്? നാണിച്ചു തലതാഴ്ത്തണം. രാജ്യം ഫാഷിസ്റ്റുകൾക്ക് തീരെഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം കേൾക്കുന്ന ഒരു കാലത്ത് BJP-യുടെ ഭക്തമായ ഒരു മനുഷ്യൻ കോൺഗ്രസിന്റെ കൊടി പിടിച്ച് മതേതരത്തിന്റെ മുഖ്യധാരയിൽ വന്നിട്ട് ഞാൻ എന്റെ പഴയ കാലങ്ങളെ റദ്ദു ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ പഴയ ഫോട്ടോ വെച്ചിട്ട് പത്രത്തിൽ കൊടുത്തിട്ട് CPM-ന്റെ കയ്യിലെ ഉപകരണമായാൽ അത് മര്യാദയാണെന്ന് വിചാരിക്കുന്നോ നിങ്ങൾ? അത് മാന്യതയാണെന്ന് വിചാരിക്കണുണ്ടോ നിങ്ങൾ? അങ്ങനൊക്കെ വിചാരിച്ചാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുഖ്യമന്ത്രിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടില്ല ആ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി. വെച്ചാൽ ഉള്ള വോട്ടും കൂടി പോകുമ്പോൾ പേടിച്ചിട്ട് മാറ്റി വെക്കാണ്. എന്റെ പോയത്തക്കാരെ ദേശാഭിമാനിയിൽ പോലും അങ്ങനെ ഒരു പരസ്യം കൊടുത്തിട്ടില്ല. മനസ്സിലായി? ഞങ്ങൾ ദേശാഭിമാനി ആൾക്കാർ വിശ്വസിക്കൂലെന്ന് ദേശാഭിമാനിക്കും CPM-നും നല്ലോണം അറിയാം. നിങ്ങളെ പാവം മനുഷ്യർ വിശ്വസിക്കുമെന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന് തന്ന വിലയാണ് ആ പരസ്യത്തിന്റെ വില എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പള്ളികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനമല്ലേ, അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ട് ഉണ്ടാക്കിയ വിശ്വാസ്യതയാണ്. അതിനെയാണ് വിറ്റ് തുലക്കുന്നത്, അതിനെയാണ് വിറ്റ് തുലക്കുന്നത്. മര്യാദയാണോ ഇത്? ഇതൊക്കെ പറഞ്ഞാൽ പേടിപ്പിക്കുക. അതാണ് അനങ്ങിയാ പേടിപ്പിക്കുക. പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കുക. തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കണ്ടേ? ആര്? നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഞാൻ ഈ നാസിയൊക്കെ ഞാൻ നോക്കുമ്പോൾ അവിടുന്ന് ഓരോ കുട്ടികളും കാഴ്ച വരും. രാത്രിയൊക്കെ നിന്നിട്ട് നമ്മളെ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അങ്ങനെ എത്ര നാസിമാരോടോ, എത്ര പാവങ്ങളോടോ. കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? ആകെ 140 ആളെ MLA ആവുക. കുറച്ച് ആൾക്കാർക്ക് മാത്രം ആയാൽ മതി. അതിനു വേണ്ടിയിട്ട് സ്വന്തം അണികളെയും നിലപാടുകളെയും അടിയറ വെക്കണമെങ്കിലേ അതിന് നമ്മളെ കിട്ടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അത് വിചാരിക്കരുത്. അണികൾക്ക് മുമ്പിൽ നിൽക്കുകയോ പിറകിൽ നിൽക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അവരുടെ വികാരം ഏത് ഭൂലോക മുഖ്യമന്ത്രിയുടെയും തമ്പുരാന്റെയും മുമ്പിൽ പറഞ്ഞിട്ടേ പോകും. ഇങ്ങോട്ടൊന്ന് അനാവശ്യമായിട്ട് പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചും പറയും.
ബഹുമാനമൊക്കെ കൊടുത്താൽ മാത്രം കിട്ടുന്ന സാധനമാണ്. ഞാൻ എല്ലാവരോടും പറയാണ് പാണക്കാട് തങ്ങളെ വിമർശിക്കേണ്ടെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞു. വിമർശിച്ചോ, എന്താ പ്രശ്നമുള്ളത്? അവർ രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ, ആരാ വിമർശിക്കാൻ പാടില്ലാത്തത്? ഇന്ന് ഇളമര കാര്യം ചോദിക്കാൻ എന്തേ തങ്ങൾ ആരാടോ വിമർശിക്കേണ്ട പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്സിന്റെ ഉത്തരം പറ, അതിന്റെ മറുപടി പറ. ഒറ്റ കാര്യമുണ്ട്, പേടിപ്പിക്കരുത്. ഞാൻ പറയാണ്, വോട്ട് കിട്ടിയേ തരൂല, വോട്ട് തരാണ്ട് തോപ്പിച്ചാളും. ഞാൻ 3.5 കൊല്ലായിട്ട് അഴീക്കോട് തോറ്റിട്ട് എൻ്റെ വീട്ടിൽ കഞ്ഞൊന്നും കുടിക്കാണ്ട് ഇടങ്ങേറായിട്ട് നിൽക്കണം അല്ലേ. അതിൻ്റെ മുമ്പോ ഒരു 10-40 കൊല്ലം ഞാനേ ആകെ കഷ്ടപ്പെടുന്നു. MLA അല്ലേലും എടോ, MLA-യും മന്ത്രിയുമാവുന്നത് ജീവിതാഭിലാഷമാണ് എന്ന് വിചാരിക്കുന്നത് എൻ്റെ വളാഞ്ചേരിക്കാരൻ്റെ അടുത്ത് പോയിട്ട് നീ സംസാരിക്ക്. ഷാജിൻ്റെ അടുത്ത് വരരുത്. എത്ര പാവങ്ങളെടോ ഈ പാർട്ടിയിൽ. അവരൊക്കെ MLA, അവരൊക്കെ കൗൺസിലറാ, അവരൊക്കെ പഞ്ചായത്ത് മെമ്പറാ. അതാണോ ജീവിത ലക്ഷ്യം? അതൊക്കെ ഈ വഴിയിൽ നടക്കൂ. ഇനി അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പാർട്ടിക്ക് മത്സരിക്കാൻ പറഞ്ഞു, ഇത് അടുത്ത തവണയും പാർട്ടി മത്സരിക്കാൻ പറയണം, എന്നിട്ട് ആ മണ്ഡലത്തിൽ പോകണം. അവിടുത്തെ ആൾക്കാർ നിങ്ങൾ പറയുന്ന കഥയൊക്കെ വിശ്വസിക്കണം, എന്നിട്ട് തോപ്പിക്കണം. ഇതും വിചാരിച്ചിട്ടേ കുറ്റിപ്പുറത്ത് പുഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ മുണ്ടും കെട്ടി നടക്കാം. നിങ്ങൾ വേറെ ആളെ നോക്കിയ കൈമാരെ, വേറെ ആളെ നോക്ക്. ആരെ നിങ്ങൾ പേടിപ്പിക്കണത്? നിലപാടുണ്ടല്ലോ, ഞാൻ ഉറപ്പിച്ച് പറയാണ്. അതിപ്പോൾ ഇവിടുത്തെ സംഘാടകർക്ക് വിഷമമുണ്ടെങ്കിൽ പോലും ഈ മൈക്കിൻ്റെ പൈസ തന്നിട്ട് ഷാജി പറയാനുള്ളത് പറഞ്ഞിട്ട് അങ്ങ് പോകും. അത് പറയാനാണ് ഞാനിവിടെ മേലെ കുത്തിർക്കണതും നിങ്ങൾ താഴെയുള്ളവർ എന്നെ ഇവിടെ മേലെ കാക്കിയതും. പറയാനാണ്, അത് പറയേണ്ടത് ബാധ്യതയാണ്. പറഞ്ഞു തീർത്തേ പോകും. അതുകൊണ്ട് അത് ഒരു ഉത്തരവാദിത്തമാണ്. ഇത് കൊമ്പത്തെ ശുചായി വന്നാലും പറഞ്ഞിട്ട് പോകും. പിന്നെ പറഞ്ഞതിൽ ഞാൻ പറയുന്നത് ബോധ്യപ്പെടുത്തിക്കോ. നിങ്ങൾ പറഞ്ഞ തെറ്റാ, നിങ്ങൾ ഡിബേറ്റ് ചെയ്യും, ബോധ്യപ്പെടുത്തുക. ഏതെങ്കിലും കള്ളക്കഥ പറഞ്ഞാൽ തീരുവോ? കള്ളക്കഥ പറയാ, ഷാജി അത് പറഞ്ഞു, ഷാജി ഇത് പറഞ്ഞു. നിങ്ങൾ വീഡിയോ പ്രസന്റ് ചെയ്യേ. എന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ മതവുമായി ചേർത്ത് സംസാരിക്കുമ്പോ അതിന്റെ വീഡിയോ ഒന്നിട്. എല്ലാത്തിനും വീഡിയോ ഉണ്ടല്ലോ. ഷാജി പറഞ്ഞതിന് മാത്രം വീഡിയോ ഇല്ല. കള്ളക്കഥ പറയുക ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത്. അത് ഏതുപോലെ ഇവിടുത്തെ സംഘികൾ പ്രചരിപ്പിക്കുന്ന പോലെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഓരോരുത്തർ വയ്ക്കാൻ, ഷാജി സാഹിബ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു, അതിന്റെ വീഡിയോ ഉണ്ടോ? ഞാൻ പറഞ്ഞു, പറഞ്ഞാലല്ലേ മോൻ എൻ്റെ കയ്യിലുണ്ടാവുക. എവിടെ? നീ പറഞ്ഞവരോട് ചോദിക്കുക, എവിടെ വീഡിയോ? എന്തിനാണിത്? എന്തിനാ ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് ഈ കളവ് പറയുന്നത്? നിങ്ങൾ സംഖ്യ എതിർക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയകളിലെ പാപം അടിമകളായ സഖാക്കളെ എതിർക്കുന്നുണ്ടോ? അവരെക്കാൾ മോശമായി നിങ്ങളും സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അവരെ എതിർക്കാനുള്ള അർഹത എന്താണ്? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സ് ആണ്. ഞാൻ പറഞ്ഞു, സാദിഖ് അലി തങ്ങളുമായുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾക്ക് നിങ്ങൾ ഡിബേറ്റ് ചെയ്യ്, ഞങ്ങൾ വരാം. എവിടെയാണെങ്കിൽ വരാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജമാഅത്തെ ഇസ്ലാമി, SDPI, PDP തുടങ്ങിയ സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത് ആരെന്ന് നമുക്കൊരു കണക്കെടുപ്പ് നടത്താം. നിങ്ങൾ വാ, എന്നിട്ട് ഡിബേറ്റ് ചെയ്യാം. അതല്ലാതെ ആക്ഷേപിച്ചിട്ട് നാവ് വായിലിട്, എന്താണ് മിണ്ടാതെ വീട്ടിൽ പോ എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ കുറച്ച് മെനക്കെടുണ്ടാവും. അതൊന്നും നടക്കണ കാര്യമല്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അതൊരു അൺപാർലമെന്ററി വാക്കാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. നിങ്ങളുടെ വെളുത്ത മുണ്ടിനടിയിൽ RSSന്റെ കാക്കി ട്രൗസർ ഉണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമെന്നാണ്. ആ ബാധ്യത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.